എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു പി ജി വി പിയുടെ സെഷൻ ഇടുന്നു. സോ നമ്മളിതാ പി ജി വി പിയുടെ സെഷൻ ഇടുന്നത് 3 പാർട്ടായിട്ടേക്ക് വരാം, 1 2 പാർട്ടായിട്ടേക്ക് വരാം ഈ ക്ലാസ് ഉണ്ടാവുക. അപ്പം മൊത്തം ഫുൾ അനാലിസിസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ ലേറ്റസ്റ്റ് കമ്മിങ് അറ്റംപ്റ്റ് ആയിട്ടുള്ള, അതായത് CMA 2026 അറ്റംപ്റ്റിനും അതേപോലെ CMA ജൂൺ 2026 അറ്റംപ്റ്റിനും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. നമുക്ക് ഫുൾ അനലൈസ് ചെയ്ത് നോക്കാം പി ജി വി പി. ഇപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം സെക്ഷൻ 28. സോ പി ജി വി പി പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു ഹെഡിനെ കുറിച്ചൊരു ഐഡിയ വേണം. ദാറ്റ് മീൻസ് ഇപ്പം ഇൻകം ടാക്സ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഇപ്പൊ സാലറി ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിരിക്കാം. അതേപോലെ വരുന്ന ഒരു നാച്ചറാണ് പി ജി വി പി. അതായത് ഇപ്പം സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്ന ആള്, അപ്പൊ അയാൾക്ക് ഇൻകം ആണ്, അയാളെ ടാക്സ് അടക്കണം. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വാടക കിട്ടുകയാണ്, അതിന്റെ മുകളിൽ ടാക്സ് അടക്കണം. പി ജി ബി പി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണ്. സോ ഇറ്റ്സ് പ്രോഫിറ്റ്, നോട്ട് സെയിൽസ്. സോ പ്രോഫിറ്റിന്റെ മുകളിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടാക്സ് ഹിറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റിന്റെ മുകളിലാണ് ടാക്സ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പം പ്രോഫിറ്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ശരിയല്ലേ? പി ആൻഡ് എൽ ഉണ്ടാക്കുമ്പോഴല്ലേ പ്രോഫിറ്റ് കിട്ടുക. പി ആൻഡ് എൽ ആരാ ഉണ്ടാക്കുന്നത്? മാനേജ്മെന്റ് ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? അതായത് അവിടുത്തെ അക്കൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നത്, മാനേജ്മെന്റ്. ബിസിനസ് ഓണർ ആണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് കണക്കാക്കുന്നത്. എടാ അപ്പൊ ആ പ്രോഫിറ്റ് നമ്മൾ തോന്നിയ പോലെ അവർ കണക്കാക്കി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിന്റെ മുകളിൽ ഇൻകം ടാക്സ് അപ്ലൈ ചെയ്ത് ടാക്സ് കിട്ടുമ്പോൾ ഗവൺമെന്റിന് അത് ആപ്റ്റ് ആണെന്ന് എങ്ങനെ അഷ്യൂർ ചെയ്യാൻ പറ്റും? അതായത് ഈ പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നത്? ഇൻകം മൈനസ് എക്സ്പെൻസ്. എക്സ്പെൻസ് കുറച്ച് കാണിച്ചാൽ പോരെ, പ്രോഫിറ്റ് കുറയില്ലേ? റൈറ്റ്. അതേപോലെ ഇൻകം കുറച്ച് കാണിച്ചാൽ പോരെ, എക്സ്പെൻസ് കൂട്ടി കാണിച്ചാൽ പോരെ, സോറി എക്സ്പെൻസ് കൂട്ടി കാണിച്ചാൽ പോരെ, പ്രോഫിറ്റ് കുറയില്ലേ? അതേപോലെ ഇൻകം കുറച്ച് കാണിച്ചാൽ പോരെ, പ്രോഫിറ്റ് കുറയില്ലേ? സോ ആ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമ്പം അവിടെ എക്സ്പെൻസുകൾ ഏതൊക്കെ മൈനസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ മൈനസ് ചെയ്യാൻ പറ്റൂല, അതാണ് ഇതിന്റെ ലോജിക്ക്. അതായത് എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്യാണ്ട് അലോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായില്ലേ? അതിന് ലിമിറ്റ് ഒന്നും വെക്കാതെ എക്സ്പെൻസ് ഫുള്ള് ഡിഡക്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആൾക്കാർ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ ഇൻകം, ചില ഇൻകം കാണിക്കണ്ട, എന്താ ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, ചില ഇൻകം കാണിക്കില്ല ബിസിനസ്സിൽ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് കുറയില്ലേ? പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് കുറയില്ലേ? സോ ആ ലൂപ്പ് ഹോൾസ് ഒക്കെ അടക്കാനും അതേപോലെ തന്നെ പി ജി ബി പിയിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം, ഏതൊക്കെ എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്തിട്ടുള്ളത്, എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യാത്തത് ഏത്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഡിപ്രീസിയേഷന്റെ കേസ്. ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഡിസിഷൻ ആണ് ശരിക്കും ഡിപ്രീസിയേഷൻ എത്ര ഇടാന്നുള്ളത്. കാരണം ഓരോ അസറ്റിനനുസരിച്ച് അതിന്റെ ഡിപ്രീസിയേഷൻ ഡിഫറന്റ് ആയിരിക്കാം, ലൈഫ് ഡിഫറന്റ് ആയിരിക്കാം. സോ അതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ ഈ മാനേജ്മെന്റ് ഇടുന്നതാണ്. ആൻഡ് ഡിപ്രീസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ക്യാഷ് ആയിട്ട് ഒരു എക്സ്പെൻസ് പോകുന്നില്ല ഡിപ്രീസിയേഷന്. അപ്പൊ ഒരു നാല് ഒരു ബിസിനസ്സിൽ ഡിപ്രീസിയേഷൻ 100% അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ 80% ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്ടാവുക, പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി നല്ല കുറയും. ആൻഡ് ക്യാഷ് ഈസ് ഓൾസോ, അതൊരു യഥാർത്ഥ എക്സ്പെൻസ് ആയിട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ പൈസ? ഇല്ല. സോ പ്രോഫിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ യൂസ് ചെയ്തൂടെ? ബട്ട് ഇൻകം ടാക്സ് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നിയ പോലെ ഡിപ്രീസിയേഷൻ ഇടാൻ പറ്റൂല. ലിമിറ്റ്, ആ ലിമിറ്റ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ എക്സ്പെൻസിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇത്ര പറ്റൂ, ഇത് ഇത്ര പറ്റൂ, ഇത് അലവുള്ള ബിസിനസ് ആണ്, ഇത് അലവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആദ്യം പഠിക്കുന്നത്, ഇപ്പൊ ഇതിന്റെ സീക്വൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആദ്യം സെക്ഷൻ 28 എന്നാണ് തുടങ്ങുന്നത്. സെക്ഷൻ 28 എന്താ പറയുന്നത്, അതിന്റെ ചാർജിങ് സെക്ഷൻ എന്തൊക്കെയാണ് ബി ജെ പി ഹെഡിൽ വരുന്നത്, എല്ലാ ഹെഡിലും ഉണ്ടാവും എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. അത് ആദ്യം പഠിക്കും. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പി ആൻഡ് എല്ലിൽ എക്സ്പെൻസ് ഒന്ന് കുറക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെ, എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെ, അതാണ് സെക്ഷൻ 30 തൊട്ട് തുടങ്ങുന്നത്. പിന്നെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെ. പിന്നെ പറയുന്നത് ചിലത് കണക്കാക്കാൻ പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ എടുത്താലും അതിനെ ഡിസലവ് ചെയ്യപ്പെടും. ഡിസലവബിൾ എക്സ്പെൻസ് ഏതൊക്കെ, അതാണ് അടുത്തത്. ഡിസലവ് ചെയ്യുന്നത് ഏതൊക്കെ, മീൻസ് ആ സീക്വൻസിലാണ് പോകുന്നത്. അപ്പൊ പക്ക ഒരു ബിസിനസ് പെർസ്പെക്ടീവിലായിരിക്കണം നിങ്ങൾ ഈ കാര്യം ഇവിടുത്തെ സംഭവം ചിന്തിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ബിഫോർ ക്ലാസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നു. ഒരു ബിസിനസ് പെർസ്പെക്ടീവ് വേണം കംപ്ലീറ്റ്ലി ചിന്തിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ടൻസി ഇല്ലേ, അക്കൗണ്ടൻസി നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ, അതുമായിട്ട് നല്ലൊരു ബന്ധം വേണം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ഫ്രം സെക്ഷൻ 28. സെക്ഷൻ 28 ചാർജിങ് സെക്ഷൻ ആണ്. ചാർജിങ് സെക്ഷൻ ആണ്, അതായത് ഈ ഹെഡിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫോളോയിങ് ഇൻകംസ് ആർ ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. താഴെ പറഞ്ഞ ഇൻകംസ് ആണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യുക, ടാക്സബിൾ ആക്കാറ്. ഏതൊക്കെയാണത്? ഒന്ന്, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ കാരിഡ് ബൈ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അതായത് സാധാരണ പ്രോഫിറ്റ് ആണോ ഗെയിൻ ആണോ, ബിസിനസ് എന്നോ പ്രൊഫഷനോ കിട്ടിയ പ്രോഫിറ്റ് ഓർ ഗെയിൻ ആ പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ള സാധനം. സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഇല്ലേ ഓർ ഗെയിൻ ഇല്ലേ, അത്. അസിസ്റ്റൻസ്, ഗ്രാന്റ് ഓർ സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് റിലേറ്റിംഗ് ടു ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ബിസിനസ് ആൻഡ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ വല്ല അസിസ്റ്റൻസോ ഗ്രാന്റോ സബ്സിഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി പി ജി പി പി ഹെഡ്. അപ്പൊ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഐഡിയ വേണം കേട്ടോ. പ്രോഫിറ്റ് മാത്രമല്ല, പി ജി പി ഹെഡിൽ വരുന്ന സാധനം തന്നെയാണ് അസിസ്റ്റൻസ്, ഗ്രാന്റ്, സബ്സിഡി വല്ലതും ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ.
എക്സ്പോർട്ട് ഇൻസെന്റീവ്, അതായത് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറെ ക്യാഷ് അസിസ്റ്റൻസ്, ഡ്യൂട്ടി ഡ്രോബാക്ക് ഒക്കെ കൊടുക്കും. അതായത് ഡ്യൂട്ടി അടച്ചാൽ തിരിച്ചു കിട്ടുന്ന പരിപാടി, അങ്ങനെ ഡ്യൂട്ടിയിൽ ഇളവ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് എക്സ്പോർട്ടിൽ. എക്സ്പോർട്ട് ഇൻസെന്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഓഫ് PGBP. PGBP ഹെഡിലാണ് അത് ടാക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഗിഫ്റ്റ്, ബെനിഫിറ്റ്, പെർക്വിസിറ്റ് അറൈസിംഗ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ വെദർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. അതായത് ബിസിനസ് ആൻഡ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വല്ല ഗിഫ്റ്റോ ബെനിഫിറ്റ്സോ പെർക്വിസിറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ കൈൻഡിൽ, ക്യാഷ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ക്യാഷ് ആയ രീതിയിൽ തന്നെ എന്താ പറയാ, ഇത് എന്താ പറയാ, സെയിൽസ് ആയിട്ട് വന്ന ഇൻകം അങ്ങനത്തെ ഒന്നും ആവില്ല. അതർ ദാൻ ദാറ്റ് കിട്ടിയ വല്ല ഗിഫ്റ്റോ പെർക്വിസിറ്റോ ആയിരിക്കും. അത് ആർക്ക് തന്നതായിരിക്കും? ചിലപ്പം നമ്മുടെ എന്താ പറയാ സപ്ലൈസ് കൊടുത്തതായിരിക്കാം, ചിലപ്പം അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് തന്നതായിരിക്കാം. സോ സം എനിത്തിങ് ഇൻ പെർക്വിസിറ്റ് ബെനിഫിറ്റ് എന്തെങ്കിലും അഡീഷണലി കിട്ടുകയാണെങ്കിൽ, ബിസിനസ് ആൻഡ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദി ഹെഡ് BGBP. സാലറിയിൽ പെർക്വിസിറ്റ് ഇല്ല, അഡീഷണലി സാലറി കൂടാതെ വേറെ എന്തെങ്കിലും അഡീഷണലി കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ സാലറി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. എമൗണ്ട് റിസീവ്ഡ് ഫോർ നോട്ട് ക്യാരിങ് ഔട്ട് എനി ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് നോൺ കോമ്പറ്റീവ് ഫീസ്, ഒരു ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി നോൺ കോമ്പറ്റീഷൻ, അതായത് നോൺ കോമ്പറ്റീവ് ഫീസ് ഒക്കെ വല്ലതും, അല്ലെങ്കിൽ നോട്ട് ഷെയറിംഗ് ഇൻടാഞ്ചിബിൾ അസെറ്റ്, ഇൻടാഞ്ചിബിൾ അസെറ്റ് വേറെ ആൾക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വല്ല എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ഫീസ് നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ PGBP. ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്തെങ്കിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിരിക്കും, അത് വേറെ ആൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വല്ല ഫീസ് തരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ PGBP. അതേപോലെ ചില ബിസിനസ് ക്യാരി ചെയ്യാതിരിക്കാൻ വേണ്ടി, കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോൺ കോമ്പീറ്റ് ഫീസ് വല്ലതും ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ PGBP. എമൗണ്ട് റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി, കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അതിന് വല്ല എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ PGBP. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ കൺവേർഷൻ ടു ക്യാപിറ്റൽ അസെറ്റ്, സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അസെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് ക്യാപിറ്റൽ അസെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ആ കൺവേർട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഗെയിൻ. അപ്പം എന്താ പറയാ, ആ സ്റ്റോക്കിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ വിൽ ബി കൺസിഡേർഡ് ആസ് എ ഇൻകം അണ്ടർ ദി ഹെഡ് ഓഫ് PGBP. അതേപോലെ ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ എനി റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ പാർട്ണർ ഫ്രം ഫേം ഓർ LLP. ഫേമോ LLP എന്നോ ഇൻട്രസ്റ്റോ സാലറിയോ ബോണസോ കമ്മീഷനോ എനി റെമ്യൂണറേഷൻ ഈ പാർട്ട്നേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദി ഹെഡ് PGBP ഫോർ പാർട്ട്ണർ. ഓക്കെ. സോ ബിസിനസ്സിൽ വേറൊരു ബിസിനസ് കൂടി ഉണ്ട്, സ്പെക്കുലേറ്റീവ് ബിസിനസ്. അതായത് നമ്മളെ ഊഹക്കച്ചവടമില്ലേ, ഈ ഷെയർസിന്റെ കേസിലൊക്കെ ഷെയർസ് ഇൻട്രാഡേ സെയിൽസ് എന്ന് പറഞ്ഞാൽ, ഇൻട്രാഡേ ഷെയർസിന്റെ എന്താ, അതായത് ഇൻട്രാഡേ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, അന്ന് തന്നെ രാവിലെ ഞാൻ ഷെയർ വാങ്ങി അപ്പൊ തന്നെ വിൽക്കുകയോ, അത് ആ ദിവസം തന്നെ ഞാൻ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻട്രാഡേ സെയിൽ, ഞാൻ ഹോൾഡ് ചെയ്യാതെ വിൽക്കുകയാണെങ്കിൽ ഇൻട്രാഡേ സെയിൽ. അതൊക്കെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ വരിക. സ്പെക്കുലേറ്റീവ് ബിസിനസ് നമ്മൾ സെപ്പറേറ്റ്ലി കാണാം. പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ആയിട്ട് തന്നെയാണ് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യാറ്. ഓക്കെ. നെക്സ്റ്റ്, ഫോളോയിങ് ആർ നോട്ട് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ഈ താഴെയുള്ള സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനിൽ പെടില്ല. ഹെഡ്ജിംഗ് കോൺട്രാക്ട് നിങ്ങൾ ഫൈനലിൽ പഠിക്കും. എന്താ ഹെഡ്ജിംഗ് കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട് എന്താ, ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ആൻഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. ഇതൊക്കെ ഷെയർസ് അല്ലെങ്കിൽ ആ ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സം അതർ സംഭവങ്ങൾ തന്നെയാണ്. ബട്ട് ഇതിപ്പോ പറയാൻ പോയത് തന്നെ കുറെ പറയാം. അപ്പം ഹെഡ്ജിംഗ് കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട് ആൻഡ് ഡെറിവേറ്റീവ്സ്, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഒന്നും ഈ പറഞ്ഞ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനിൽ പെടില്ല. നോർമൽ ഇതിലെ തന്നെയാണ് പെടുക എന്നുള്ളത്. ഓക്കെ. സോ ദീസ് ഈസ് കംസ് അണ്ടർ സെക്ഷൻ 28. അപ്പൊ സെക്ഷൻ 28 എന്തിനാ, ചാർജിങ് സെക്ഷൻ. അപ്പൊ നമ്മളെ ഇതിലൊക്കെ ചാർജിങ് സെക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ സാലറി ഉണ്ട്, SP ഉണ്ട്, എന്തൊക്കെയാണ് ആ ഹെഡിൽ ഇൻക്ലൂഡ് ആവുന്ന സാധനങ്ങൾ എന്നാണ് ആ ഇതിൽ പറയുന്നത്. ഓക്കെ. എങ്ങനെയാണ് PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇൻകം ഓഫ് PGBP കമ്പ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ 30 to 43T. സെക്ഷൻ 30 തൊട്ട് 43D വരെയുള്ള സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം, ടു കമ്പ്യൂട്ട് PGBP ഇൻകം നോക്കാൻ. സോ ഇതാ പറഞ്ഞില്ലേ, അതായത് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഇതാട്ടോ പറയുന്നത്. സെക്ഷൻ 29ലാണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയെന്ന് പറയുന്നത്. നമ്മൾ സെക്ഷൻ 30 മുതൽ 43D വരെ നമ്മൾ നോക്കണം. ഓക്കെ, ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ പറയാണ്, കാൽക്കുലേഷൻ ഓഫ് PGBP ഇൻകം വിൽ ബി ലൈക്ക് ദിസ്. ഇതിന്റെ ലോജിക്ക് നോക്കുക. അതായത് പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ അക്കൗണ്ട്സ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള അത് ബാലൻസ് ഷീറ്റ് P&L പ്രോഫിറ്റ് ഓർ ലോസ് ഇല്ലേ, അത് എടുക്കുക. അത് അതേപോലെ പറ്റൂല. അതായത് അക്കൗണ്ട് മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അടക്കാൻ പറ്റില്ല. വി നീഡ് ടു കൺസിഡർ സെക്ഷൻ 30 to 43D. സെക്ഷൻ 30 തൊട്ട് 43D വരെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. എന്നിട്ട് പറയാണ്, നോക്കിക്കേ, ആ P&L അക്കൗണ്ട് കൂടെ എന്തൊക്കെ ആഡ് ചെയ്ത്, ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്, നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റഡ് ടു P&L തന്നെ എക്സ്പെൻസ് ആയിട്ട് ഞാൻ ക്ലെയിം ചെയ്ത ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ ആര് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്? എടാ മാനേജ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാണ്. അത് അലോ ചെയ്യാനൊന്നും പറ്റില്ല. അത് തോന്നിയ പോലെയൊക്കെ മാനേജ്മെന്റ് അവരുടെ ഒരു പെർസ്പെക്ടീവിലേക്കാണ് ഉണ്ടാവുക. അത് കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓഫ് കോഴ്സ് കുറയൂലേ. സോ അത് ഡെബിറ്റ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. P&L കാണിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ ദിസ് ഹെഡ്.
അതായത് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് പി ആൻഡ് എല്ലിക്ക്. അതായത് എക്സ്പെൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ബട്ട് നോട്ട് അലൗഡ്. അത് അലവബിൾ ഡിഡക്ഷൻ അല്ല, ഡിസലൗഡ് സാധനമാണ്. എക്സ്പെൻസ് ആയിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. എന്ത് ചെയ്യരുത്, എടുക്കരുത്, ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഈ ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ ഞാൻ ലെസ് സ്വീകാരം ചെയ്തിട്ടുണ്ടാവുക, ശരിയല്ലേ, ഇൻകത്ത് നിന്ന് മൈനസ് സ്വീകാരം ചെയ്തിട്ടുണ്ടാവുക. അപ്പം അത് നിൽ എഫക്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ബാക്ക് ചെയ്താൽ പോരെ. ഇപ്പൊ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിരുന്ന് എഫക്ട് ഒഴിവാക്കാൻ വേണ്ടി തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. എക്സ്പെൻസസ് ഡെബിറ്റ് ടു പി ആൻഡ് എൽ, അതായത് എക്സ്പെൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി ഡിസലവുകളാണ്, അതുകൊണ്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ ബട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. എന്തായാലും അർത്ഥം, ഇൻകം ആണ്, അത് നമ്മളെ പി ജി പി ഹെഡിൽ വരുന്ന ഇൻകം ആണ്, ബട്ട് പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ, ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല. പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റ് സൈഡിൽ ആ ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല, ബട്ട് ഈ ഹെഡിൽ ടാക്സ് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ ഇപ്പൊ എന്താണ് പ്രോഫിറ്റ്, ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ആണെന്ന് കിട്ടിക്കോ, 1 lakh ആണ് പ്രോഫിറ്റ്. സപ്പോസ് ഡിപ്രീസിയേഷൻ ആയിട്ട് ഞാൻ 30,000 കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താവും, ഈ 1 lakh കിട്ടിയതിന് എങ്ങനെയാക്കാരം, 30,000 കുറച്ചിട്ടല്ലേ 1 lakh കിട്ടിയിട്ടുണ്ടാവുക പി ആൻഡ് എല്ലിൽ. എടാ പി ആൻഡ് എല്ലടാ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഒക്കെ കുറച്ചിട്ടല്ലേ കിട്ടുന്നത്. ഈ ഡിപ്രീസിയേഷൻ 30,000 ഉണ്ടായിരുന്നത്, അപ്പൊ കുറച്ചിട്ടാണ് 1 lakh കിട്ടിയത്. അപ്പൊ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാണ് 30,000. കണ്ടാ, ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ചില എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഞാൻ വേറൊരു എക്സ്പെൻസ് കാണിച്ചിരുന്നു, എന്താ പറയാ, ഒരു സം എക്സ്പെൻസ് അലോ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു എക്സ്പെൻസ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 10,000 കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അലോ ചെയ്യാൻ പാടുണ്ടോ, ഇല്ല, അതുകൊണ്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതും ആഡ് ബാക്ക് ചെയ്യും, അതാണ് 10,000 ആഡ് ബാക്ക് ചെയ്യും, ഡിസലോ ചെയ്ത എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്യും. ഇനി ചില ഇൻകം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ കാണിച്ചിട്ടേ ഇല്ല. ഇൻകം കാണിച്ചിരുന്നെങ്കിൽ പ്രോഫിറ്റ് ഇതിനേക്കാളും വരുമായിരുന്നില്ലേ, ഇല്ലേ. ആ ഇൻകം ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ പ്രോഫിറ്റ് 1 lakhനേക്കാളും കൂടുതൽ വരുമായിരുന്നില്ലേ, വരുമായിരുന്നു. ക്ലിയർ, വരുമായിരുന്നില്ലേ, വരുമായിരുന്നു. അപ്പൊ അത് വരാത്തോണ്ട് എന്ത് ചെയ്യണം, അപ്പൊ അത് ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ എത്രയാ, 20,000 ആണെന്ന് കൂട്ടിക്കോ. അപ്പൊ എത്രയായി ടോട്ടൽ ഇപ്പൊ പ്രോഫിറ്റ്, 1,30,000 പ്ലസ് 10,000, 1,40,000 പ്ലസ് 20, 1,60,000. പ്രോഫിറ്റ് കൂടിയാ, പ്രോഫിറ്റ് കൂടിയാ, പ്രോഫിറ്റ് കൂടിയാ എന്താ ഉണ്ടാവുക, എന്താ ഉണ്ടാവുക, ടാക്സ് കൂടൂലേ. ബട്ട് അതിന് നമുക്ക് കുറച്ച് സാധനം ലെസ് ചെയ്യാം. ലെസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡിപ്രീസിയേഷൻ ഞാൻ ചേച്ചി ആഡ് ബാക്ക് ചെയ്ത് എന്തിനാ, എനിക്ക് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റൂല. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ എനിക്ക് മൈനസ് ചെയ്യാം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ സെക്ഷൻ 32 എന്നുള്ള സെക്ഷൻ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ മാനേജ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് മാനേജ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ചെയ്തിട്ട് നിൽ എഫക്ട് ആക്കിയിട്ട് എന്ത് ചെയ്ത് ഇൻകം ടാക്സിലുള്ള ഡിപ്രീസിയേഷൻ കുറച്ചത്. അടുത്തത് എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ ബട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ ദിസ് ഹെഡ്. എന്നതിന്റെ അർത്ഥം എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ, പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അതായത് എക്സ്പെൻസ് ആയിരുന്നു, പക്ഷെ പി ആൻഡ് എൽ കാണിച്ചിട്ടില്ല, ബട്ട് അലൗവൽ എക്സ്പെൻസ്, അതായത് കുറക്കാൻ പറ്റുന്ന എക്സ്പെൻസ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യാം, കുറക്കാൻ പറ്റുന്ന എക്സ്പെൻസ് ആയിരുന്നടേ, അതുകൊണ്ട് കുറച്ചുകൂടെ കുറക്കാം. ഓക്കെ, പക്ഷെ പി ആൻഡ് എൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ കുറക്കാൻ സമ്മതിച്ചു. ദെൻ ഇൻകം ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ ബട്ട് നോട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, പി ആൻഡ് എൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഇൻകം കാണിച്ചിട്ടുണ്ട് പി ആൻഡ് എൽ, ബട്ട് ഈ ഹെഡിലല്ല, വേറെ ഹെഡിൽ ക്യാപിറ്റൽ ഗെയിൻ എങ്ങാനും ആണ്, അല്ലെങ്കിൽ അതർ സോഴ്സ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം, വേറെ എന്തോ ആണ്, ബിസിനസ് ഇൻകം അല്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം, അത് മൈനസ് ചെയ്തു. നെറ്റ് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ദിസ് ഈസ് ദി കമ്പ്യൂട്ടേഷൻ. അപ്പൊ ഇതിലിപ്പോ ഒന്ന് നോക്കിക്കേ, ഇൻകം, അതായത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്താ, പി ആൻഡ് എല്ലിൽ എടുത്ത പ്രോഫിറ്റ്, അവിടെയാണ് ബേസ്. പി ആൻഡ് എൽ ഉണ്ടാക്കിയിട്ട് അതിന് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണോ അതാണ് ബേസ്. അവിടുന്ന് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ പി ആൻഡ് എൽ കിട്ടിയ ഇൻകം എത്രയാണോ അതാണ് ബേസ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് യഥാർത്ഥ ഇൻകം ടാക്സ് അനുസരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നു. എക്സ്പെൻസസ് അലോവബിൾ അല്ലാത്ത എക്സ്പെൻസുകളൊക്കെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത്, കുറച്ചതൊക്കെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നു. തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, പ്രോഫിറ്റ് കൂടൂലേ. അതേപോലെ തന്നെ ഇൻകം ക്രെഡിറ്റ് ചെയ്യാത്ത, ഇൻകം കാണിക്കാത്ത വല്ല ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിനെ കാണിക്കുന്നു, അതും അപ്പോഴും പ്രോഫിറ്റ് കൂടൂലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അലോ ചെയ്തിട്ടില്ല, അതായത് ഇൻകം ടാക്സ് അനുസരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. അതേപോലെ എന്താ പറയാ, പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കാത്ത വല്ല എക്സ്പെൻസ്, അലോവബിൾ ആയിട്ടുള്ള വല്ല എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻകം ഈ ഹെഡിലല്ല വേറെ ഏതെങ്കിലും കാണിക്കേണ്ട ഇൻകം ആണെങ്കിൽ ഇവിടെ കാണിക്കണോ, ഇവിടെ കാണിക്കണ്ട, അത് മൈനസ് ചെയ്യാം. വല്ലതും പി ആൻഡ്, ഇപ്പൊ പി ആൻഡിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എന്താ പറയുക അസറ്റ് വിറ്റിട്ടുള്ള ലാഭം വല്ലതോ, അല്ലെങ്കിൽ സം അതർ തിങ് റിലേറ്റഡ് ടു എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് അതർ സോഴ്സിലുള്ള വല്ല സാധനങ്ങളോ ഇൻകം. ഇപ്പൊ ലോട്ടറി അടിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റ് സൈഡിൽ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, അത് ബിസിനസ് ഇൻകം അല്ല, അതർ സോഴ്സാ. അപ്പൊ എന്ത് ചെയ്യണം, ലോട്ടറി അവിടുന്ന് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് മൈനസ് ചെയ്താൽ പോരെ. പി ആൻഡ് എല്ലിൽ ഇപ്പം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും, അത് കൂടി കൂട്ടിയിട്ടാവൂലേ. അപ്പൊ ആ ലോജിക് കറക്റ്റ് കത്തിയ സൂപ്പറാണ് പി ജി ബി പി. എങ്ങനെയാണ് ഈ പി ആൻഡ് എൽ ഈ ആഡും ലെസ്സും ചെയ്യുന്ന സാധനം എന്താ, ഇതിപ്പോ ഈ കമ്പ്യൂട്ടേഷനിൽ എന്തുകൊണ്ട് അത് ആഡും ലെസ്സും ചെയ്യുന്നത് മനസ്സിലാക്കിയ സൂപ്പർ, പി ജി ബി പി സൂപ്പറാ.
അതിനെ പറഞ്ഞ ബേസ് ഈസ് ദി പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് നിന്ന് കിട്ടിയ പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. ആ പ്രോഫിറ്റ് അതേപോലെ ഇൻകം ടാക്സ് സമ്മതിക്കൂല. അതിന്റെ റീസൺ എന്താ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ യു. നിങ്ങൾ പ്രിപ്പയർ ചെയ്തതാണത്. അതിൽ കുറെ എക്സ്പെൻസ് ഒക്കെ വെറുതെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? വെറുതെ എക്സ്പെൻസുകൾ കാണിക്കാൻ തൊട്ടിക്കോ. വെറുതെ എക്സ്പെൻസ് വല്ലതും കാണിക്കാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് അത്രയും കുറയില്ലേ? ടാക്സ് അത്രയും കുറയില്ലേ? അല്ലെങ്കിൽ അപ്പൊ അത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു PGP ഹെഡ് കൊണ്ടുള്ള ഗുണം. അതായത് സെക്ഷൻ 30 പറയുന്നുണ്ട് അലോവബിൾ ഡിഡക്ഷൻ ഏതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 40 സെക്ഷനിൽ പറയുന്നുണ്ട് എന്ത് ഡിസലോവബിൾ ഡിഡക്ഷൻസ് ഏതൊക്കെ, എന്താ പറയാ എക്സ്പെൻസ് ഏതൊക്കെ. അപ്പൊ ആ സീക്വൻസ് പഠിച്ചു വെച്ചാൽ മതി. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ്. അതാണ് സെക്ഷൻ 38 പിന്നെ പറയുമ്പോൾ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഓക്കെ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുക. ഫസ്റ്റ് തൊട്ട് ഞാൻ ഈ കമ്പ്യൂട്ടേഷൻ പറഞ്ഞോട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഒന്നും കൂടി കണ്ടുനോക്കുക. യു വിൽ ഗെറ്റ് ക്ലിയർ. കറക്റ്റ് ക്ലിയർ കിട്ടും. ഓക്കെ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ഇനിയും ക്ലാരിറ്റി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ 8943081450. ഓക്കെ, ജസ്റ്റ് കോൺടാക്ട് മീ. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ 30 തൊട്ട് തുടങ്ങിയാണ്. ഐശ്വര്യമായിട്ട് തുടങ്ങുന്നു. സെക്ഷൻ 30 തൊട്ടാണ് നമുക്ക് എക്സ്പെൻസ് അലൗ ചെയ്യുന്നത് ഏതൊക്കെ, അലൗ ചെയ്യാത്ത ഏതൊക്കെ എന്നൊക്കെ പറയുന്നത്. നോക്കിപ്പോ റെന്റ് റേറ്റ്സ് എന്ന ടാക്സ് ആണ്. എന്താ പറയാ, റിപ്പയർസ് ഇൻഷുറൻസ് ഫോർ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടാണ് പറയുന്നത്. ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്നുണ്ട്, റിപ്പയർ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോക്കാം അതിൽ ഏതൊക്കെ അലൗഡ് ആണ്. റെന്റ് കൊടുക്കുന്നത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം, ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. റൈറ്റ്സ് അതായത് ടാക്സ്, ബിൽഡിങ്ങിന്റെ ടാക്സ് ഒക്കെ കൊടുക്കുന്നത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. റിപ്പയർസിൽ റവന്യൂ നേച്ചർ ആണെങ്കിൽ, അതായത് റവന്യൂ എക്സ്പെൻസ് ആണെങ്കിൽ അലൗബിൾ ആണ്. ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ അലൗബിൾ അല്ല. അതെന്താ ചെയ്യുക? ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റൂല, ബിൽഡിങ്ങിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുക. അല്ലടാ, അതൊക്കെ ബേസ് അക്കൗണ്ട്സ് സാധനമല്ലേ. ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ ബി ആഡ് ടു ബാലൻസ് ഷീറ്റിൽ കാണിക്കും, നമ്മളെ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യും. ഇൻഷുറൻസ് എന്താണ്? അലൗഡ് ആണ്. ഇൻഷുറൻസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് ഓഫ് ലാൻഡ് ആൻഡ് മെഷീനറി. ഇപ്പൊ നമ്മൾ സെക്ഷൻ 30 കഴിഞ്ഞിട്ട് എത്ര ഉള്ളൂ? സെക്ഷൻ 30 റെന്റ് റേറ്റ്സ് ആ കാര്യം വരുന്നത്. അപ്പം റെന്റ് എക്സ്പെൻസ് അലൗഡ് ആണ്. റിപ്പയർ റവന്യൂ ടാക്സ് ആണെങ്കിൽ അലൗഡ് ആണ്. ക്യാപിറ്റൽ നേച്ചർ അലൗഡ് ആണ്. റിപ്പയർ നടത്താണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വല്ല റിപ്പയർ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ സെക്ഷൻ 31 പറയുന്നത്. റിപ്പയർ റവന്യൂ നേച്ചർ ആണെങ്കിൽ അലൗഡ് ആണ്, ക്യാപിറ്റൽ നേച്ചർ അല്ലെങ്കിൽ അലൗഡ് അല്ല. ഇൻഷുറൻസ് ഓൾവേസ് അലൗഡ് ആണ്. സെയിം മേലെ പറഞ്ഞ അതേപോലെ. 2 സെക്ഷൻസ് കംപ്ലീറ്റഡ്, സെക്ഷൻ 30 and 31. സിമ്പിൾ. അടുത്തത് സെക്ഷൻ 32 ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ പെർസ്പെക്ടീവ്. ഡിപ്രീസിയേഷൻ. നമുക്കിവിടെ കമ്പ്യൂട്ടേഷനിൽ ഡിപ്രീസിയേഷൻ കുറക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ P&L കാണിച്ച ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ട് നമ്മളെ ഡിപ്രീസിയേഷൻ കുറക്കണം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടില്ല. അതെങ്ങനെ കണക്കാക്കാന്ന് പറയണ്ടേ? അപ്പൊ എങ്ങനെ ഇൻകം ടാക്സ് ആക്ടിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്? എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? നോക്കിക്കോ കണ്ടീഷൻസ് ടു ക്ലെയിം ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ്. ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ യൂസ് ചെയ്യുന്ന അസറ്റ് ആയിരിക്കണം. അത് ആക്റ്റീവ് യൂസ് ആവാം അല്ലെങ്കിൽ പാസീവ് യൂസ് ആവാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ അസറ്റ് യൂസ്ഡ് ആയിരിക്കണം. ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ യൂസ് ചെയ്യുന്ന ഒരു അസറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓണർ ഞാനായിരിക്കണം. അത് ഫുള്ളി ആവാം പാർട്ട്ലി ആവാം, എന്തായാലും ഓണർ ഞാനായിരിക്കണം. ബിസിനസിന്റെ അല്ല, അസറ്റിന്റെ ഓണർ ഞാനായിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ ഞാൻ എലിജിബിൾ ആണ് ടു ക്ലെയിം ഡിപ്രീസിയേഷൻ. ഇനി ഡിപ്രീസിയേഷൻ അലൗഡ് ഓൺലി വെൻ അസറ്റ് ഈസ് പുട്ട് ടു യൂസ്. അസറ്റ് പുട്ട് ടു യൂസ് ചെയ്താൽ മാത്രമേ, റെഡി ടു യൂസ് പോരാ, പുട്ട് ടു യൂസ് വേണം. അസറ്റ് എന്ത് ചെയ്യണം? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പുട്ട് ടു യൂസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഡിപ്രീസിയേഷൻക്ക് അലൗഡ് ചെയ്യാൻ പറ്റുള്ളൂ. അസറ്റ് വാങ്ങിയാൽ മാത്രം പോരാ, പുട്ട് ടു യൂസ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ അലൗ ചെയ്തിട്ട് പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പക്ഷെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ പുട്ട് യൂസ് ചെയ്യാതെ, അതായത് യൂസ് ചെയ്താൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല പറഞ്ഞത്. ബട്ട് ചില കേസിൽ വേണമെന്നില്ല, പുട്ട് യൂസ് വേണ്ട, റെഡി ടു യൂസ് മതി, റെഡി ഫോർ യൂസ് മതി, കെപ്റ്റ് റെഡി ഫോർ യൂസ് മതി. ഏതൊക്കെയെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ബൈ എക്യുപ്മെന്റ് ഇല്ലേ. ഇപ്പൊ സ്റ്റാൻഡ് ബൈ ആയിട്ട് എന്തെങ്കിലും ചില മെഷീനറി ഒക്കെ വെക്കും. അപ്പൊ അതൊക്കെ സ്റ്റാൻഡ് ബൈ അതൊന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതേപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷണർ എപ്പോഴേ യൂസ് ചെയ്യുള്ളൂ, അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും, എപ്പോഴേ കെപ്റ്റ് ഫോർ യൂസ് ആയിരിക്കും. ബട്ട് ഫയർ ഒക്കെ വന്നാലല്ലേ യൂസ് ചെയ്യുള്ളൂ. അതേപോലെ മെഷീനറിയുടെ വല്ല സ്പെയർസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും, ആവശ്യം വന്നാലേ യൂസ് ചെയ്യുള്ളൂ. അത് പുട്ട് യൂസ് ആവണമെന്നില്ല, റെഡി ഫോർ യൂസ് മതി. ആ ഒരു എക്സെപ്ഷൻ. അപ്പൊ സ്റ്റാൻഡ് ബൈ എക്യുപ്മെന്റ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, മെഷീനറി സ്പേസ് ഒക്കെ പുട്ട് യൂസ് വേണമെന്നില്ല, റെഡി ഫോർ യൂസ് ആയാൽ മതി. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ലീസ് അസറ്റ്. ഇപ്പം ചില അസറ്റ് ഞാൻ ലീസിന് എടുത്തായിരിക്കും, ലോങ് ടേം ലീസിനൊക്കെ എടുത്തതായിരിക്കും. അപ്പൊ ലെസ്സർ എന്താ പറയാ, ഇവിടെ ആരാണ് ഇവിടെ ഡിപ്രീസിയേഷൻ എൻടൈറ്റിൽ ചെയ്തിട്ടുള്ളത്? ലെസ്സി ആണോ ലെസ്സർ ആണോ? ലെസ്സർ ഈസ് എൻടൈറ്റിൽ ഫോർ ഡിപ്രീസിയേഷൻ. ലെസ്സർ ആണ് എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ എൻടൈറ്റിൽഡ് ആവുക ലീസ് അസറ്റിന്റെ കേസിൽ. ദെൻ ലാൻഡ് ആൻഡ് ഗുഡ്വില്ലിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യൂലല്ലോ. ലാൻഡ് ആൻഡ് ഗുഡ്വില്ലിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാറില്ല. നോ ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ഗുഡ്വിൽ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ക്ലെയിം ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക എന്നുള്ള അസറ്റ് ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഹൗ ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ ഡിപ്രീസിയേഷൻ സാധാരണ നമ്മൾ ബ്ലോക്ക് ആയിട്ട് തിരിക്കുക ചെയ്യുക. അപ്പൊ ടാൻജിബിൾ അസറ്റിൽ
ബിൽഡിംഗ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഇൻടാഞ്ചിബിളിൽ നോ ഹൗ, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ് അതൊക്കെ. പക്ഷെ ഗുഡ് വിൽ പെടില്ല. ഗുഡ് വില്ലിന് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാറില്ല. അതെന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്ന കേസാണ്. ഗുഡ് വിൽ 2021 ഫിനാൻസ് ആക്ടിൽ എങ്ങാനാണ് ഗുഡ് വിൽ. അതിന് മുമ്പൊക്കെ ഏതോ സുപ്രീം കോർട്ട് വിധിയാണ് എന്തോ എന്ന് തോന്നുന്നു, ഗുഡ് വിൽ ക്ലെയിം ചെയ്യാമായിരുന്നു എന്നുണ്ടായിരുന്നു. പിന്നെ 2021 ഫിനാൻസ് ആക്ട് ബജറ്റ് വന്നപ്പോഴാണ് ഗുഡ് വില്ലിനെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം കൊണ്ടുവന്നത്. എന്തോ ഒരു ഓർമ്മ ഉണ്ട്, ആ ഓർമ്മ വെച്ച് പറഞ്ഞാണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ റേറ്റ്. അതായത് ഇപ്പം അക്കൗണ്ട്സ് പ്രകാരം ഡിപ്രിസിയേഷൻ റേറ്റ് പലതും ആയിരിക്കും. പക്ഷെ ഇൻകം ടാക്സിൽ പറയുന്ന ഡിപ്രിസിയേഷൻ റേറ്റ് ഉണ്ട്, ഇതേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ, ഇതേ പാടുള്ളൂ, വേറെ ഒന്നും പാടില്ല. അപ്പൊ ഈ ഡിപ്രിസിയേഷൻ റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതാണ് ബ്ലോക്ക്. ഓരോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബ്ലോക്ക് എന്ന് നമ്മുടെ പറയുന്നത് മനസ്സിലാവും. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ക്ലാസ് ഓഫ് അസറ്റ് ആൻഡ് സെയിം റേറ്റ്. സെയിം ക്ലാസും സെയിം റേറ്റും വന്നു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കായി. ഓക്കെ, ബ്ലോക്ക് വെച്ചിട്ട് അസറ്റിന്റെ ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രിസിയേഷൻ കാണുക. ഒരേ ക്ലാസും ഒരേ റേറ്റും ആണെങ്കിൽ ഒരുമിച്ച് കണ്ടാൽ പോരെ. അതാണ് ബ്ലോക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡിപ്രിസിയേഷൻ നമ്മൾ കാണുക. ഓക്കെ, സോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 5% ഡിപ്രിസിയേഷൻ റേറ്റ് അലൗഡ് ആയിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 10%. ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ, അതായത് ഇങ്ങനെ വെച്ച് കെട്ടിയ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ 40% ആയിരിക്കും. ഇതാണ് ബിൽഡിംഗിന്റെ കേസ്. റെസിഡൻഷ്യൽ ആവാം, കൊമേഴ്ഷ്യൽ ആവാം, ടെമ്പററി ആവാം. കോമണിൽ പ്രാക്ടിക്കലായിട്ട് കൂടുതൽ വരുന്ന സാഹചര്യം കൊമേഴ്ഷ്യൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി റെസിഡൻഷ്യൽ ആയിട്ടുള്ള വല്ല ബിൽഡിംഗ് അസറ്റ് ആയിട്ടുണ്ടെങ്കിൽ 5% ക്ലെയിം ചെയ്യാം. എല്ലാ ഫർണിച്ചർ കോമൺലി 10%. ഓക്കെ, ഫർണിച്ചർ 10% കാറ്റഗറിയിലാണ് വരിക. ദെൻ എയറോപ്ലെയിൻ, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വിൻഡ് മിൽസ്, എനർജി സേവിംഗ് ഡിവൈസസ് ആൻഡ് ബുക്സ് ആൻഡ് ആനുവൽ പബ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആക്സസറീസ് ഒക്കെ 40%. പ്ലാന്റ് മെഷീനറി പല തരത്തിലുണ്ട്. എയറോപ്ലെയിൻസ്, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ് അതൊക്കെ 40%. അതുപോലെ കമ്പ്യൂട്ടർ ഒക്കെ 40% വരും. അതിന്റെ ആക്സസറീസും സോഫ്റ്റ്വെയർ ഒക്കെ 40% വരും. ഷിപ്പ് 20%. മോട്ടോർ കാർ യൂസ്ഡിംഗ് ബിസിനസ് ഓഫ് റണ്ണിംഗ് ഹയർ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അല്ലാത്ത മോട്ടോർ കാർ അല്ല. മോട്ടോർ കാർ യൂസ്ഡിംഗ് ബിസിനസ് ഓഫ് റണ്ണിംഗ് ഹയർ, അതായത് വാടക കൊടുക്കുന്ന ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരുടെ മോട്ടോർ കാർ ആണെങ്കിൽ 30% ക്ലെയിം ചെയ്യാം. ഇനി അതല്ലാത്ത വല്ല മോട്ടോർ കാറൊക്കെ ആണെങ്കിൽ 15% ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാനൊരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്തുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്റെ വണ്ടികളാണല്ലോ മെയിൻ സാധനങ്ങൾ, അവിടെ മെയിൻ അസറ്റ്, അതിന്റെ 30% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. എന്തുകൊണ്ടായിക്കാരല്ല, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന അതല്ലേ, അത് വെച്ചിട്ടല്ലേ റൺ ചെയ്യുന്നേ. അപ്പൊ എന്നും ഓടൂലേ വണ്ടി, യെസ്, നല്ല ഡിപ്രിസിയേഷൻ ഉണ്ടാവൂലേ, യെസ് ഉണ്ടാവും, 30%. അല്ലാത്ത രീതിയിൽ അപ്പൊ ഞാൻ എന്റെ വേറെ ടെക്സ്റ്റൈൽ ബിസിനസ് ആണ്, എന്റെ അടുത്തൊരു വണ്ടി ഉണ്ട്, ഒരു കാർ അല്ലെങ്കിൽ ഒരു ബസ് ഉണ്ട്, അപ്പൊ നോർമൽ ആയിട്ടുള്ള യൂസ് അല്ല, അത് മോട്ടോർ കാറിൽ വരും 15%. അതേപോലെ മൊബൈൽ ഫോൺസ്, അതർ പ്ലാന്റ് ആൻഡ് മെഷീനറി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ PABX എന്ന് വെച്ചാൽ വിത്തിൻ ദി നെറ്റ്വർക്കിലുള്ള എന്താ പറയുന്നത്, ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ തമ്മിലുള്ള കണക്ഷൻസ്, മൊബൈൽ കണക്ഷൻസ് പോലെ എന്തോ ഒരു ടെലിഫോൺ കണക്ഷൻസ്, അതിനെന്താണ് ഈ PABX എന്ന് പറയുന്നത്. അതായത് ഓഫീസിലെ മറ്റ് എക്യുപ്മെന്റ്, മറ്റ് അപ്ലയൻസസ് ഒക്കെ എന്തിലാ വരിക, 15% വരിക. ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 25%ലാണ് വരിക. ഓക്കെ 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 ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ സെയിം ക്ലാസ് ഓഫ് അസറ്റും സെയിം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ് അലൗഡ് ഓൺ WD ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് പെർസെന്റേജ്. ഇവിടെ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക, WDV മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. SLM അല്ല. റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് നിങ്ങൾ അക്കൗണ്ട്സ് പഠിക്കുന്ന റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡാണ് ഇൻകം ടാക്സിൽ നമ്മൾ യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ഈ ബ്ലോക്ക് ഓഫ് അസറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓപ്പണിംഗ് WDV ഇടും. ആ ബ്ലോക്കിന്റെ ഓപ്പണിംഗ് WDV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ്, അതായത് ഈ വർഷത്തെ ഓപ്പണിംഗ്, ഫസ്റ്റ് ഡേ ഓഫ് പ്രീവിയസ് ഇയറിലെ ഫസ്റ്റ് ഡേയിലെ ഓപ്പണിംഗ് WDV ഇടും. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യും, ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ്, നമ്മളെ പ്രാവശ്യത്തെ അസറ്റിന്റെ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. വലിയ പുട്ട് യൂസ് 180 ഡേയ്സിന്റെ പറയാണ്ട് 180 ഡേയ്സിന്റെ കാര്യം പറയാണ്ട്, ഇപ്പം യൂസ് ചെയ്തത് 180 ഡേയ്സിന്റെ മുകളിൽ യൂസ് ചെയ്തതാവാം, 180 ഡേയ്സിന്റെ താഴെ യൂസ് ചെയ്തതാവാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാത്ത കേസും ആവാം. ഇതിലേതും ആയിരിക്കാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യും, ചിലപ്പോൾ അസറ്റ് ഒക്കെ വിറ്റിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ അസറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും, ഡിമോയിലിഷ്ഡ് ആയിട്ടുണ്ടാവും, എന്തെങ്കിലും കേടന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒഴിവായ ഈ ബ്ലോക്കിൽ നിന്ന് പോയിട്ടുള്ള വല്ല അസറ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ആൻഡ് ബാക്കിയാണ് WDV ഫോർ ദി ഡിപ്രീസിയേഷൻ. ഈ കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ, അതായത് ബാക്കിയുള്ള WDV അതാണ്. അതിൽ നിന്ന് ഈ കറണ്ട് ഇയർത്തെ ഇത് ഡിപ്രീസിയേഷൻ കറണ്ട് ഇയർ ആണ്. കറണ്ട് ഇയർത്തെ ഡിപ്രീസിയേഷൻ അതായത് കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ, ആ വർഷമല്ലേ, ആ റെസ്പെക്റ്റീവ് വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ആൻഡ് ബാക്കിയുള്ളതാണ് ക്ലോസിംഗ് WDV. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഇതെങ്ങനെ കാണുന്നതാണ് അടുത്ത ഡൗട്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഓപ്പണിംഗ് WDV അഡീഷൻസ്, അതായത് ഈ വർഷം ഞാൻ വാങ്ങിയിട്ടുള്ള അസെറ്റ്സ് പ്ലസ് സെയിൽസ് ഞാൻ മൈനസ് ചെയ്തിട്ടുള്ള വല്ല, അതായത് ഒഴിവാക്കിയിട്ടുള്ള വല്ല ഇതുണ്ടെങ്കിൽ അത് ബാക്കി WDV, അതിന്റെ കൂടെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യും. ആൻഡ് ക്ലോസിംഗ് WDV. ഈ ഡിപ്രിസിയേഷൻ എങ്ങനെ കണ്ടെത്തുന്നതാണ് ചോദ്യം. അതാണ് താഴെ പറയുന്നത്. ഹൗ ടു കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഓൺ കോസ്റ്റ് ഓഫ് അസെറ്റ് പർച്ചേസ് ബട്ട് നോട്ട് ടു യൂസ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്,
അസറ്റ് വാങ്ങിയിട്ടുണ്ട് ബട്ട് നോട്ട് പുട്ട് ടു യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ വർഷം നോട്ട് ഡിപ്രിസിയേഷൻ നമ്മൾ ക്ലെയിം ചെയ്യില്ല. അതായത് ഈ സാധനം പർച്ചേസ് നോട്ട് പുട്ട് ടു യൂസ്, ഇതിന്റെ മുകളിൽ നോട്ട് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യൂല. ഓക്കെ. അടുത്തത് ഓൺ കോസ്റ്റ് ഓഫ് അസറ്റ് പുട്ട് ടു യൂസ്. കോസ്റ്റ് ഓഫ് അസറ്റിന്റെ മുകളിലായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാം. ഓക്കെ. പുട്ട് ടു യൂസ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ്, അതായത് 180 ദിവസത്തിന്റെ താഴെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം പുട്ട് ടു യൂസ് ആഫ്റ്റർ 3rd October. അതായത് ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ തുടങ്ങി. ഓക്കെ. അവിടെ നിന്ന് 150 ദിവസം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 3rd October വരിക. ഓക്കെ. അപ്പം 180 ദിവസത്തിന്റെ താഴെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് October 3 ശേഷമാണ് ഞാൻ സാധനം വാങ്ങുന്നത്. October 3 ശേഷം ഞാൻ അടുത്ത മാർച്ച് വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 ദിവസത്തിന് താഴെ വരുള്ളൂ. അതാണ് October 3rd എന്ന് സ്പെസിഫിക്കലി പറഞ്ഞത്, എളുപ്പാക്കാൻ വേണ്ടി പറഞ്ഞത് October 3rd. അങ്ങനെയാണെങ്കിൽ ഫുൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എത്രയേ പറ്റൂ? ഹാഫ് റേറ്റ് ഡിപ്രിസിയേഷനെ പറ്റൂ. അതായത് ഇപ്പം 10% ആണെന്നുണ്ടെങ്കിൽ ഞാൻ October 3rd ശേഷമാണ് അത് പുട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 5% ആ വർഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഡിപ്രിസിയേഷൻ 5% ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഹാഫ് റേറ്റേ പറ്റുള്ളൂ. ഇഫ് പുട്ട് ടു യൂസ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ്, 150 ദിവസത്തിന്റെ താഴെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ ശരിക്കും ശ്രദ്ധിക്കണം ഈ കാര്യം. എപ്പോഴാണ് ഇത് പുട്ട് യൂസ് ചെയ്തത്, എപ്പോഴാണ് ഇത് എന്താ പറയാ നിലവിലാക്കിയത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട്, അതായത് എന്ന് മുതലാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഈ ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് 3rd October എന്ന് മനസ്സിലുണ്ടായാൽ മതി. 3rd October ശേഷമാണ് പുട്ട് യൂസ് എങ്കിൽ ഡിപ്രിസിയേഷൻ റേറ്റ് എത്രയായിട്ട്? നേരെ ഹാഫ് റേറ്റ് ആവും. 3rd October മുന്നേ പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡിപ്രിസിയേഷൻ കിട്ടും. ഓക്കെ. ബാലൻസ് WDVന്റെ മുകളിൽ ഫുൾ റേറ്റ് ഡിപ്രിസിയേഷൻ എടുക്കാം. അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഇത് എടുക്കൂലേ, ഓപ്പണിംഗ് WDV കുഴപ്പമില്ല, പുട്ട് ടു യൂസ് ഫോർ മോർ ദാൻ 180 ഡേയ്സ് കുഴപ്പമില്ല, അതിന്റെ മുകളിലൊക്കെ ഫുൾ ഡിപ്രിസിയേഷൻ കിട്ടും. പക്ഷെ ഇതിന്റെ മുകളിൽ ഹാഫേ കിട്ടുള്ളൂ, ഇതിന്റെ മുകളിൽ കിട്ടുകയില്ല. ഓക്കെ. അതാണ് പറഞ്ഞത്. ബാക്കിയുള്ള മുകളിൽ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എടുക്കാം. ഇനി ഹാഫ് റേറ്റിന്റെ കാര്യത്തിൽ പറയുന്നത് ഹാഫ് റേറ്റ് റെസ്ട്രിക്ഷൻ ഈസ് അപ്ലൈസ് ഓൺലി വെൻ പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ഇൻ സെയിം ഇയർ. അതായത് ഹാഫ് റേറ്റിന്റെ പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഈ വർഷം വാങ്ങി, എന്നിട്ട് ഞാൻ പുട്ട് യൂസ് ചെയ്തത് എന്താ പറയാ, അപ്പൊ ഞാൻ 2025 മെയ്, ഇപ്പൊ 25-26 ഫിനാൻഷ്യൽ ഇയർ എടുക്കാം. അപ്പൊ 2025 മെയ്യിൽ ഞാൻ വാങ്ങി. ഓക്കെ. പക്ഷെ ഞാൻ പുട്ട് യൂസ് ചെയ്തിട്ടില്ല, പുട്ട് യൂസ് ചെയ്യുന്നത് ജാനുവരിയിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാഫ് റേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞാൻ അതിന്റെ മുമ്പത്തെ വർഷം വാങ്ങിയതാണെങ്കിലോ, അതായത് 2024-25 ഫിനാൻഷ്യൽ ഇയർ, അതായത് 2024 ഡിസംബറിൽ വാങ്ങിയിട്ടുള്ള ഒരു മിഷനറി ആയിരുന്നു. ആ വർഷം ഞാൻ എന്ത് ചെയ്തില്ല? അത് പുട്ട് യൂസ് ചെയ്തിരുന്നില്ല ആ റെസ്പെക്റ്റീവ് ഇയറിൽ. പക്ഷെ പിറ്റത്തെ വർഷം ഞാൻ പുട്ട് യൂസ് ചെയ്തു. പിറ്റത്തെ വർഷം 2025-26 ഞാൻ എന്ത് ചെയ്തു? അത് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹാഫ് റേറ്റ് ആവുമോ? ഇല്ല. സെയിം ഇയറിൽ തന്നെ വരുമ്പോഴേ ഹാഫ് റേറ്റ് റെസ്ട്രിക്ഷൻ വരുള്ളൂ. പർച്ചേസ് ചെയ്തതും പുട്ട് യൂസ് ചെയ്തതും സെയിം ഇയറിലാണെങ്കിലാണ് ഹാഫ് റേറ്റ് വരിക. ഇവിടെ നോക്കി, പർച്ചേസ് ചെയ്തത് 2025-26, പുട്ട് യൂസ് ചെയ്തത് 10/12/2025 ഹാഫ് റേറ്റ്. പർച്ചേസ് ചെയ്തത് 2024-25, പുട്ട് യൂസ് ചെയ്തത് 10/12/2025 ഫുൾ റേറ്റ് കിട്ടും. കാരണം കഴിഞ്ഞ മുമ്പത്തെ വർഷം തന്നെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട്. സെയിം ഇയറിൽ പർച്ചേസും സെയിം ഇയറിൽ പുട്ട് യൂസും വരുമ്പോഴാണ് ഹാഫ് റേറ്റ് വരിക. ഇനി സെയിം ഇയറിൽ പർച്ചേസും സെയിം പുട്ട് യൂസും ആണ്, പക്ഷെ നേരത്തെ 180 ഡേയ്സിന്റെ മേലൊക്കെ പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഫുൾ റേറ്റ് കിട്ടും ചെയ്യും. അപ്പൊ മാറിപ്പോകരുത്. കറക്റ്റ് അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സാധനം എന്നാണ് പുട്ട് യൂസ് ചെയ്തത്, എന്നാണ് അത് വാങ്ങിയത്, അത് ഏത് വർഷം വാങ്ങിയത്, നമ്മളെ ഇയർ ഏതാ, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം അതിന്റെ ആൻസർ പോകാൻ. സോ അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും നല്ലൊരു ക്വസ്റ്റ്യൻ ഇതിന് ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ തന്നെ പറയും. നല്ലൊരു സെന്റൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് പക്കാ രീതിയിൽ തന്നെ കാരണം ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് ഉണ്ടാവുക. സോ ശ്രദ്ധിക്കുക. ഓക്കെ. എക്സാമ്പിൾ ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നോക്കാം, നോക്കി നോക്കാം. സോ എക്സാമ്പിളിൽ ഓപ്പണിംഗ് WDV തന്നിട്ടുണ്ട് 5 ലക്ഷം. ആൻഡ് ഓപ്പണിംഗ് പല സാധനങ്ങളുണ്ട്. പ്ലാന്റ് ആൻഡ് മിഷനറി ഉണ്ട്, കമ്പ്യൂട്ടറിന്റെ ഓപ്പണിംഗ് WDV തന്നിട്ടുണ്ട്, പർച്ചേസ് ആൻഡ് പുട്ട് യൂസ് കാർ വാങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മിഷനറിയിലെ കാർ വരിക 31/7/2025. പർച്ചേസ് ചെയ്തതും പുട്ട് യൂസ് ചെയ്തതും സെയിം ആണ്. 31/7/2025 2 ലക്ഷം. പർച്ചേസ് കമ്പ്യൂട്ടർ ആണ് 10/10, കമ്പ്യൂട്ടർ 40% വരിക 10/10/2025. പർച്ചേസ് ആൻഡ് പുട്ട് യൂസ് ആണ് പ്ലാന്റ് ആൻഡ് മിഷനറി. പ്ലാന്റ് ആൻഡ് മിഷനറി പർച്ചേസും പുട്ട് യൂസും ചെയ്തു 1/11/2025. പർച്ചേസ് പ്ലാന്റ് ആൻഡ് മിഷനറി ആണ് 10/12, ബട്ട് നോട്ട് പുട്ട് യൂസ് അപ് ടു 31. അതായത് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നവരെ എന്ത് ചെയ്തിട്ടില്ല? പുട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ വർഷം വാങ്ങിയിട്ടുണ്ട്. സെയിൽ ഓഫ് 1 പ്ലാന്റ് ആൻഡ് മിഷനറി, ഒരു പ്ലാന്റ് ആൻഡ് മിഷനറി സെയിൽ ചെയ്തിട്ടുണ്ട് 25/12/2025 4 ലക്ഷത്തിന്. ഇതിൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 15% ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ 40% പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ബ്ലോക്ക് ഉണ്ട്. നോക്കുമ്പോൾ 15% നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് WDV എത്ര വരിക? 5 ലക്ഷം. ഓക്കെ. ഇനി അതിൽ പ്ലാന്റ് ഓരോന്ന് കാറ്റഗറൈസ് ചെയ്യണം. ഓരോന്ന് കാറ്റഗറൈസ് ചെയ്യണം. നോക്കാം. ഇതിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തൊക്കെ ആഡ് ചെയ്യണ്ടേ? നോക്കി നോക്കാം എന്തൊക്കെ വരും. 15% ഒന്ന് കാറ് വരും ഇല്ലേ?
2 ലക്ഷം 31/7/2025. ഇത് മോർ ദാൻ 80 ആണോ ലെസ് ദാൻ 80 ആണോ? മോർ ദാൻ 180 അല്ല, മോർ ദാൻ 180 ഡേയ്സ് അല്ലേ? 31/7/2025 യൂസ് ചെയ്തിട്ടില്ലേ? സോ മോർ ദാൻ 180 ഡേയ്സിൽ വരും. ഓക്കെ, പിന്നെ പ്ലാന്റ് മിഷനറി ഇത് 1/11/2025 ഉണ്ട്. ഇത് ലെസ് ദാൻ 180 ഡേയ്സ് അല്ലേ? ഇതിന്റെ ഹാഫ് റേറ്റ് അല്ലേ കിട്ടുള്ളൂ? കാരണം 1/11/2025 സോ ഹാഫ് റേറ്റേ കിട്ടുള്ളൂ ഇത്. ഓക്കെ, ദെൻ ചിലത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഗുഡ് യൂസ് ചെയ്തിട്ടില്ല, അത് 1 ലക്ഷം. അപ്പം ഇത് കാണിച്ചു, ഇത് കാണിച്ചു, ഇത് കാണിച്ചു. അതിൽ ഇത് ഫുൾ റേറ്റ് കിട്ടും, ഇത് ഹാഫ് റേറ്റ് കിട്ടും, ഇത് തീരെ കിട്ടൂല. ഓക്കെ, അങ്ങനെ പിന്നെ ഒരു സെയിലും, ഒരു ബ്രാൻഡ് അംബാസിഡർ സെയിലും ചെയ്തിട്ടുണ്ട്. അത് സെയിൽ ചെയ്ത് കുറച്ച് കാണിക്കുകയും ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 7 lakh. ഇനി അതിൽ നിന്ന് പുട്ട് യൂസ് ചെയ്യാത്ത ഞാൻ ഒഴിവാക്കി. ശ്രദ്ധിക്കണേ, പുട്ട് യൂസ് ചെയ്യാത്ത ഞാൻ ഒഴിവാക്കി. 1 ലക്ഷം പുട്ട് യൂസ് ചെയ്തിട്ടില്ല, ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി പുട്ട് യൂസ് ആഫ്റ്റർ 3rd October, 3rd October ശേഷം പുട്ട് യൂസ് ചെയ്തത് 3 ലക്ഷം ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ഹാഫ് റേറ്റേ കിട്ടുള്ളൂ. 3 ലക്ഷത്തിന് 7.5% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി 3 ലക്ഷത്തിന്റെ 7.5% ഡിപ്രിസിയേഷൻ എടുക്കാം. ബാലൻസ് എത്ര ഉണ്ട്? 7 lakh 1 lakh പോയി, ആൻഡ് 3 lakh പോയി, മൊത്തം 4 ലക്ഷം പോയി. ബാക്കി 3 ലക്ഷമാണ് WDV. അതായത് ഓപ്പണിങ്ങും കൂട്ടി പ്ലസ് ഈ വർഷം ഞാൻ നോർമലി പർച്ചേസ് ചെയ്തത്, അതായത് ഫുൾ റേറ്റ് കിട്ടുന്നതും കൂട്ടി പ്ലസ് എന്ത് മൈനസ് ചെയ്തു? ഇത് മൈനസ് ചെയ്തു. ഓക്കെ, സോ ബാലൻസ് എൻ്റെ അടുത്ത് 3 lakh ഉണ്ട്. 3 lakhന്റെ ഫുൾ റേറ്റ് അപ്ലൈ ചെയ്യാം 15%, അതായത് 67,500 ഡിപ്രിസിയേഷൻ ടോട്ടൽ ക്ലെയിം ചെയ്യാം, ആൻഡ് ക്ലോസിംഗ് WDV കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ. അതായത് ആ ഫ്ലോ പഠിച്ചാലും മതിയാവും. ഓപ്പണിംഗ് WDVന്റെ കൂടെ എല്ലാ അസറ്റും, ആക്ച്വലി ഈ വർഷം പർച്ചേസ് ചെയ്ത എല്ലാ അസറ്റും കൂട്ടുക. അതിന് എന്ത് മൈനസ് ചെയ്യുക? സെയിൽ ചെയ്തത് മൈനസ് ചെയ്യുക. അപ്പൊ ബാക്കി ബാലൻസ് WDV കിട്ടും. ആ ബാലൻസ് WDVന്റെ മുകളിൽ ഫുൾ റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഹാഫ് റേറ്റ് വരുന്ന സാധനമുണ്ട്, ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സാധനമുണ്ട്. അതുകൊണ്ട് മാറ്റുക. അപ്പം ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് എന്ത് ചെയ്ത് മാറ്റി, കുറച്ചു. അതേപോലെ തന്നെ പുട്ട് യൂസ് ചെയ്ത് ആഫ്റ്റർ 180 ഡേയ്സിന്റെ മുകളിൽ പുട്ട് യൂസ് ചെയ്ത സാധനത്തിന്റെ എന്ത് അതുകൊണ്ട് മാറ്റി. കാരണം അതിന് ഫുൾ റേറ്റ് കിട്ടൂല, അതുകൊണ്ടാണ് അതിന് മാറ്റിയത്. അതിന് ഫുൾ റേറ്റ് കിട്ടൂല, അപ്പൊ എന്ത് ചെയ്തു? ഹാഫ് റേറ്റ് ആക്കിയിട്ട് അതിനെ മാറ്റി. ഇനി ബാക്കി എത്ര ഉണ്ടോ ബാക്കിയുള്ളതിന് ഫുൾ എന്ത് ചെയ്യാം? ഫുൾ റേറ്റ്, ഫുൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ ഫുൾ ഡിപ്രിസിയേഷൻ കാണിച്ചു. അത്രേ ഉള്ളൂ. ആ ഫ്ലോ കറക്റ്റ് മനസ്സിലാക്കിയ ആൻസർ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ കറക്റ്റ് മനസ്സിലാക്കി അതേ രീതി തന്നെ എഴുതി പോയി കഴിഞ്ഞാൽ പക്കയായിട്ട് തെറ്റാതെ ആൻസർ കിട്ടും. ഇനി 40% കാറ്റഗറിയിൽ ഇതിൽ 40% ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട്. 40% 1 lakh ഓപ്പണിംഗ് WDV ആൻഡ് അഡീഷണലി പർച്ചേസ് ചെയ്തത് കമ്പ്യൂട്ടർ 10/10/2025 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അഡീഷണലി ഒരു 50,000, മൊത്തം 150. അത് മാത്രമല്ലേ ഉള്ളൂ, സെയിൽ ചെയ്തിട്ടൊന്നും പറയുന്നില്ല. ഇനി ഇതിൽ 50,000 തോന്നുന്ന ആഫ്റ്റർ 3rd October അല്ല 80,000 പർച്ചേസ് ചെയ്ത് ഹാഫ് റേറ്റ് കിട്ടുള്ളൂ. ബാക്കി 1 ലക്ഷത്തിന് ഫുൾ റേറ്റ് കിട്ടും. അപ്പൊ 50,000ന്റെ 20% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ബാക്കി 1 ലക്ഷത്തിന് 40% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. 50,000 ടോട്ടൽ ഡിപ്രിസിയേഷൻ ആൻഡ് ബാക്കി ക്ലോസിംഗ് WDV 1 ലക്ഷം. ദിസ് ഈസ് ദി ഫ്ലോ ഫോർ ഡിപ്രീസിയേഷൻ. ഓക്കെ, ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടുവെക്കാം, പക്കയാവും. അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ. റിപ്പീറ്റ് കുറെ ചെയ്യുന്നതിനേക്കാളും നമ്മളൊന്ന് റിവൈൻഡ് ചെയ്താൽ മതി, അഗൈൻ പക്കയാവും. ഓക്കെ, അപ്പൊ ആ ഫ്ലോ ഞാൻ പറയുന്നത് ഈ ഫ്ലോ, അതിനാണ് എക്സാമ്പിൾ ഞാൻ ചെയ്തത്. ഈ ഫ്ലോ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡു ഇറ്റ് യുവർ സെൽഫ്, വർക്ക് ഇറ്റ് യുവർ സെൽഫ്. ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട്. അപ്പൊ കറക്റ്റ് ആവും. ഓക്കെ, അടുത്തത് ഇഫ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിപ്രീഷ്യബിൾ അസറ്റ്. ഇപ്പം എടാ ഞാൻ അസറ്റ് വിൽക്കുമ്പോൾ അതിന്റെ മുകളിലൊരു ലാഭം വന്നെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ, ലാഭം വരില്ല. അസറ്റിന്റെ ബിസിനസ്സിലുള്ള അസറ്റ് ഞാൻ വിറ്റു, ലാഭം കിട്ടൂലേ? ഗെയിൻ അല്ലേ? ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ വരുമോ? വരും. ഓക്കെ, നോക്കണേ. ഇഫ് WDV ഓഫ് ബ്ലോക്ക് ഫോർ ഡിപ്രീസിയേഷൻ ഈസ് നെഗറ്റീവ്, WDV നെഗറ്റീവ് ആയി, അതിന്റെ അർത്ഥം എന്താ? WDV എപ്പോഴാണ് നെഗറ്റീവ് ആവുക? സെയിൽ വാല്യൂ കൂടി അല്ലേ? കോസ്റ്റ് മൈനസ് സെയിൽ. ഓൾറെഡി ഉള്ള WDVനെക്കാളും 1 ലക്ഷമാണ് WDV. വിറ്റപ്പ് എത്രയായി? 1.5 ലക്ഷത്തിന് വിറ്റ ബ്ലോക്ക്. അപ്പൊ 50,000 എക്സ്ട്രാ കിട്ടിയില്ലേ? 50,000 എന്താ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇപ്പോൾ WDV നെഗറ്റീവ് ആയാലും ഇഫ് ഓൾ അസറ്റ്സ് ഓഫ് ബ്ലോക്ക് ഈസ് സോൾഡ്, അതായത് ആ ബ്ലോക്കിലുള്ള എല്ലാ അസറ്റും വിറ്റ്, അങ്ങനെയാണെങ്കിലോ? ഇനി ബ്ലോക്ക് ഇല്ല, എല്ലാ അസറ്റും വിറ്റ്, ഇനി അതിൽ അസറ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അസറ്റ് ഇല്ലെങ്കിൽ ഇഫ് WDV ഓഫ് ബ്ലോക്ക് ഫോർ ഡിപ്രിസിയേഷൻ ഈസ് പോസിറ്റീവ്, അസറ്റ് ഇല്ല എന്നിട്ട് അവിടെ പോസിറ്റീവാ, അതായത് അസറ്റ് ഒന്നും ഇല്ല പക്ഷെ ഈ എന്നിട്ട് WDV ബാക്കിയുണ്ട്. ശരിക്കും 0 വരണ്ടേ, പക്ഷെ WDV സ്റ്റിൽ ബാക്കിയുണ്ട്, പോസിറ്റീവ് ഫിഗർ. എന്താണത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ. അത് ഈസ് ലോസാ, നഷ്ടത്തിനാ വിറ്റേ. ഡിപ്രിസിയേഷൻ എന്തെങ്കിലും കിട്ടുമോ? ഡിപ്രിസിയേഷൻ ഒന്നും കിട്ടില്ല, അതിന്റെ ഡെഡ് ലോസാ. അതായത് ബാക്കിയുള്ള ഡെഡ് ലോസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് പോകും. ഇനി WDV നെഗറ്റീവാ, അതായത് സെയിൽ വാല്യൂ കൂടുതലാ. ഒക്കെ അസറ്റൊക്കെ കൂടി ബ്ലോക്കിൽ മൊത്തം വിറ്റമും സെയിൽ വാല്യൂ കൂടുതലാണെങ്കിൽ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിക്ക് പോകും, STCക്ക് പോകും. ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സബിൾ ആവും. ഓക്കെ, അപ്പൊ ആ അസറ്റ് വിൽക്കുകയാണെങ്കിൽ, ബിസിനസ്സിലുള്ള അസറ്റ് വിൽക്കുകയാണെങ്കിൽ WDV നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ നോക്കാം. ഓപ്പണിംഗ് WDV 10 lakh, പർച്ചേസ് ചെയ്ത് 2 lakh,
സെയിൽ ചെയ്തത് 15 ലാക്ക്. നോക്കിയേ, നെഗറ്റീവ് ആയില്ലേ? ഡിപ്രിസിയേഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ ആ വർഷം ഉണ്ടാവില്ല. ഈ നെഗറ്റീവ് ആയത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവും. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇത് നോക്കി, ഓപ്പണിംഗ് ഡെലിവറി 6 ലാക്ക്. പർച്ചേസ് 3 പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തു 3 ലാക്കിന്. 8 സെയിൽ ചെയ്തു. മൊത്തം ഫുള്ള് സെയിൽ ചെയ്തു. ഓക്കെ, ഫുള്ള് സെയിൽ ചെയ്ത് പോയി. അപ്പം 4 ലക്ഷം. ബാക്കി 5 ലക്ഷം പോസിറ്റീവാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. അങ്ങനെ 5, 3, 8 ഉണ്ടായിരുന്നു. 8 വിറ്റടാ, ഈ ബ്ലോക്ക് ഇല്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിലോ 5, 3, 8 ഉണ്ടായിരുന്നു. 8 വിറ്റ്, പക്ഷെ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ. അതായത് ഇത് നെഗറ്റീവ് ആകാൻ കാരണം എന്താ? സെയിൽ വാല്യൂ ഈസ് ഹൈ. ലാഭത്തിനെ വിറ്റ്. ഇത് പോസിറ്റീവ് ആകാൻ കാരണം എന്താ? നഷ്ടത്തിനെ വിറ്റ്. ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ. ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് അഡീഷണൽ ഡിപ്രിസിയേഷൻ. ഇതും കൂടി അറിഞ്ഞു വെക്കുക. അതായത് ഡിപ്രിസിയേഷൻ മാത്രമല്ല, ചില കേസിൽ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ കൂടി കിട്ടും. ദാറ്റ് മീൻസ് ഒരു ഡിപ്രിസിയേഷൻ കൂടി എക്സ്ട്രാ കിട്ടും. അത് എപ്പോഴാണ് കിട്ടുക? ഏത് ബിസിനസ്സിനെ കിട്ടുക? എല്ലാ ബിസിനസ്സിനും കിട്ടൂല. അസസി എൻഗേജിംഗ് ബിസിനസ് ഓഫ് ഏത് ബിസിനസ്? മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ, ഫാക്ടറി ഓർ ഇൻഡസ്ട്രി ഓർ ജനറേഷൻ ഓഫ് ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. അതായത് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, പ്രൊഡക്ഷൻ സെക്ടേഴ്സിലെ ഫാക്ടറി ഇൻഡസ്ട്രിക്കൊക്കെ എന്ത് ചെയ്യും? അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. അതേപോലെ ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന, ട്രാൻസ്മിഷൻ ചെയ്യുന്ന, പവർ ജനറേഷൻ ചെയ്യുന്ന കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇനി അഡീഷണൽ ഡിപ്രിസിയേഷൻ ഏതിന്റെ മുകളിൽ മാത്രമേ പറ്റൂ? ഓൾഡ് അസറ്റിന്റെ മുകളിലാണോ, ന്യൂ അസറ്റിന്റെ മുകളിലാണോ? ന്യൂ അസറ്റ് എന്ന് പറയാൻ പറ്റില്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മുകളിലും ആ വർഷം, അതായത് ആ റെസ്പെക്റ്റീവ് പ്രീവിയസ് ഇയറിൽ പുതിയതായിട്ട് വല്ല പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷനും ക്ലെയിം ചെയ്യാം. എന്തും ക്ലെയിം ചെയ്യാം? പ്ലസ് അഡീഷണൽ ഡിപ്രീസിയേഷനും ക്ലെയിം ചെയ്യാം. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണേ, അതും ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. സോ അഡീഷണൽ ഡിപ്രിസിയേഷൻ എത്രയാണ്? 20% ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഇഫ് പുട്ട് ടു യൂസ് അപ് ടു 3rd October. അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ സാധാരണ കിട്ടൽ എത്രയാണ്? 20%. ബട്ട് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ എത്ര കിട്ടുള്ളൂ? 10%. ഹാഫ് റേറ്റ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഹാഫ് റേറ്റേ കിട്ടുള്ളൂ. ബാലൻസ് 10% എപ്പോൾ കിട്ടും? നെക്സ്റ്റ് ഇയറിൽ എടുക്കും ചെയ്യാം. എടാ, അസറ്റ് വാങ്ങി, പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി ഞാൻ, പക്ഷെ പുട്ട് യൂസ് ചെയ്തത് ഡിസംബറിലാണ്, 3rd October ശേഷം. അതായത് 180 ഡേയ്സിന് താഴെ ഞാൻ പുട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മെയിൻ ഡിപ്രിസിയേഷൻ തന്നെ എത്ര കിട്ടുള്ളൂ? ഹാഫേ കിട്ടുള്ളൂ. അപ്പൊ അഡീഷണൽ ഡിപ്രിസിയേഷൻ എത്ര കിട്ടുള്ളൂ? ഹാഫേ കിട്ടുള്ളൂ. ബട്ട് അഡീഷണൽ ഡിപ്രിസിയേഷന്റെ ബാക്കി ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യാം? നെക്സ്റ്റ് വർഷം ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ വർഷം ഞാൻ 10% ക്ലെയിം ചെയ്തിട്ടുള്ളൂ. അപ്പൊ അടുത്ത വർഷം എന്ത് ചെയ്യാം? 10% ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ബിസിനസ് ഇല്ലേ, ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും അഡീഷണൽ ഡിപ്രീസിയേഷൻ എലിജിബിൾ ആണ്. ഇനി താഴെ പറഞ്ഞ ഐറ്റം കേസിലാണെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ കിട്ടൂല. സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിൽ കിട്ടൂല. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾഡ് ഇൻ ഓഫീസ് പ്രമൈസസിൽ, അതായത് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, ഫാക്ടറി തന്നെ ആയിരിക്കണം. ഓഫീസിലുള്ള അപ്ലയൻസ് എക്യുപ്മെന്റ്സിനൊന്നും കിട്ടൂല. ഷിപ്പ്, എയർക്രാഫ്റ്റ്, റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ട്രക്ക് ഒന്നും കിട്ടൂല. ട്രക്ക് എലിജിബിൾ ആണ്. ട്രക്ക് യൂസ് ഫാക്ടറി എലിജിബിൾ. അല്ലാത്ത വല്ല വെഹിക്കിൾസ് ആണെങ്കിൽ എലിജിബിൾ അല്ല. ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന ട്രക്ക് ആണെങ്കിൽ എലിജിബിൾ. എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ വിച്ച് 100% ഡിഡക്ഷൻസ് അലൗഡ് അണ്ടർ അതർ സെക്ഷൻ. വേറെ ഏതെങ്കിലും സെക്ഷൻ അനുസരിച്ചിട്ട് 100% ഡിഡക്ഷൻ കിട്ടുന്ന വല്ല പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ അതെന്തെങ്കിലും അഡീഷണൽ, ഓൾറെഡി 100% കിട്ടുന്നില്ലേ, പിന്നെ ഞാൻ അഡീഷണൽ ഡിപ്രിസിയേഷൻ തരൂല. ഈ പറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ നോ അഡീഷണൽ ഡിപ്രിസിയേഷൻ. അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂല, സമ്മതിക്കൂല. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് അത് റീഡ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നിനക്ക് വായിക്കുന്നില്ല. ഇപ്പൊ നോർമലും കാണുന്നത് എങ്ങനെയാണ്, അഡീഷണൽ കാണുന്നത് എങ്ങനെ, നേരെ പകുതി എടുക്കാം. ആ പ്രോസസ്സാണ് സെയിം ആണ്. അഗെയിൻ ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല, അഗെയിൻ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. ജസ്റ്റ് പോസ് ആൻഡ് റീഡ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് അസറ്റ് എങ്ങനെ കാണുക? അതായത് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ്. കോസ്റ്റിന്റെ മുകളിലല്ലേ നമ്മൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. കോസ്റ്റ് കാണുമ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസിന്റെ കൂടെ ഇൻസ്റ്റാളേഷൻ, എനിത്തിങ് ലൈക്ക് ദാറ്റ്, ഇൻസ്റ്റാളേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ട്രയൽ റൺ, ടെസ്റ്റിംഗ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇഫ് ITC ഈസ് നോട്ട് അവൈലബിൾ. GST ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് വെക്കരുത്. അവിടെയും പറയുന്നുണ്ട്, GST പറയുന്നുണ്ട് സെക്ഷൻ 16. ഓക്കെ, ITC ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് ഇവിടെ കോസ്റ്റിൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇവിടെയും പറയുന്നുണ്ട് ഇഫ് ITC ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ കാണിച്ചോ, ITC ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കരുത്. ഓക്കെ, ഇൻട്രസ്റ്റ്, ലോൺ എടുത്തിട്ടാണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തതെങ്കിൽ പുട്ട് യൂസ് ചെയ്യുന്ന വരെ ഉള്ള ഇൻട്രസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സബ്സിഡി, ഗവൺമെന്റ് സബ്സിഡി വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. അതാണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ്. ഇനി ഒരു കാര്യമുണ്ട്, ക്വസ്റ്റ്യനിൽ വരാറുണ്ട് ചിലപ്പം. ഈ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് പേയ്മെന്റ് ഓർ എക്സ്പെൻഡിച്ചർ ഓർ എക്സീഡ്സ് 10,000 ബൈ ക്യാഷ്, അതായത് അല്ലെങ്കിൽ ബെയറർ ചെക്ക്, ക്യാഷ്, ക്രോസ് ചെക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ 10,000 മുകളിൽ വല്ല പേയ്മെന്റ് ഇതിൽ ചെയ്തിക്കണമെങ്കിൽ
അതെന്തെങ്കിലും എന്തിന്റെ പാർട്ടല്ല, അസറ്റിന്റെ കോസ്റ്റിന്റെ പാർട്ടാക്കാൻ പാടില്ല. അതായത് ക്യാഷ് ആയിട്ട് 10,000 എന്തെങ്കിലും എക്സ്പെൻസ്, ഇവിടെ എക്സ്പെൻസ് ഇതൊക്കെ ആഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സം പേയ്മെന്റ് ഞാൻ 10,000 എബോ ആണ് ചെയ്തിട്ടുണ്ട്, അത് ക്യാഷ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോസ്റ്റിൽ കൂട്ടാൻ പാടില്ല, കൂട്ടാൻ സമ്മതിക്കില്ല. അപ്പൊ പേയ്മെന്റ് എക്സ്പെൻഡിച്ചർ ഫോർ അസറ്റ് സിംഗിൾ പേഴ്സൺ ഇൻ എ സിംഗിൾ പേഴ്സൺ ഇൻ എ സിംഗിൾ ഡേ എക്സീഡ്സ് 10,000 ബൈ ക്യാഷ്, then such a payment expenditure shall not form part of actual cost. അപ്പോൾ 10,000 മുകളിൽ വല്ല പേയ്മെന്റ് ഞാൻ ക്യാഷ് ആയിട്ട് ഒരാൾക്ക് സിംഗിൾ പേഴ്സൺ കൊടുത്തിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇൻസ്റ്റാളേഷൻ ഉണ്ടായി, ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഞാൻ 12,000 ഉണ്ടായിരുന്നു, ഈ 12,000 ഞാൻ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്, ആ 12,000 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, സമ്മതിക്കില്ല. ഓക്കെ, ഈ സം സ്പെഷ്യൽ കേസ് പറയുന്നുണ്ട്, ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷനിലോട്ട് പോകണം. അസറ്റ് സയന്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്ത അസറ്റ് ആണെങ്കിൽ അത് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ നില്ലായിരിക്കും, കാരണം അവിടെ 100% ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് നിൽ. അതേപോലെ സെക്ഷൻ 35 AD വരുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ വരുന്ന വല്ല അസറ്റ് ആണെങ്കിൽ അതിന്റെയും കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് കണക്കാക്കൽ നിൽ എന്നുള്ള ഒരു സീറോ കോസ്റ്റിലേക്ക്, അവിടെ ഫുൾ ഡിഡക്ഷൻ കിട്ടുന്ന സാധനമാണ്. സ്റ്റോക്ക് കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ് ആൻഡ് യൂസ്ഡ് ഇൻ പ്ലാൻ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ചില സ്റ്റോക്ക് അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ സ്റ്റോക്ക് അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് എടുക്കല് ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ വല്ല സ്റ്റോക്ക് ഞാൻ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, ഡേറ്റ് ഓഫ് കൺവേർഷനിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ. കാരണം സ്റ്റോക്ക് അല്ലടാ, സ്റ്റോക്ക് അല്ലായിരുന്നോ, സ്റ്റോക്ക് അസറ്റ് വാങ്ങിയതല്ലല്ലോ, സ്റ്റോക്ക് കൺവേർട്ട് ചെയ്തതല്ലേ. അപ്പൊ അതിന്റെ ഫെയർ അന്നത്തെ ആ ഡേറ്റിലെ കൺവേർഷൻ ഡേറ്റിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഞാൻ എന്തായിട്ട് കാണാം, അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കാണാം. അസറ്റ് അക്വേർഡ് ബൈ ഗിഫ്റ്റോ വില്ല അനുസരിച്ചോ കിട്ടിയതാണ് അസറ്റ്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അപ്പൊ ആ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് എന്താ കാണാം, WDV ഓഫ് പ്രീവിയസ് ഓണർ. അപ്പൊ കഴിഞ്ഞ ആ ഗിഫ്റ്റ് തന്ന ആളില്ലേ, അയാളുടെ ആ പേഴ്സന്റെ റിട്ടേൺ ഓൺ വാല്യൂ എത്രയാണോ അതാണ് ഇവിടെ തന്നെ വെളി എടുക്കല് ആക്ച്വൽ കോസ്റ്റ് ആയിട്ട്. റീ അക്വസിഷൻ ഓഫ് അസറ്റ് സോൾഡ്, ഞാൻ അസറ്റ് വിറ്റതായിരുന്നു, അത് വിറ്റ അസറ്റ് ഞാൻ തിരിച്ച് റീ അക്വസൈസ് ചെയ്ത്, അതായത് ഞാൻ വിറ്റിരുന്ന അസറ്റിനെ അസറ്റ് ഞാൻ വിറ്റ് ഒഴിവാക്കിയിരുന്നു, ബട്ട് റീ അക്വയർ ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചും കണ്ടനെ വാങ്ങി. അങ്ങനെയാണെങ്കിൽ എടുക്കല് റീ അക്വസിഷൻ പ്രൈസോ അല്ലെങ്കിൽ WDV അറ്റ് ടൈം ഓഫ് സെയിലോ വിച്ച് എവർ ഈസ് ലോവർ ആണ് എടുക്കുക. റീ അക്വസിറ്റ് ചെയ്ത പ്രൈസ് ഞാനിപ്പോ വിറ്റത് നോക്കണേ, അതായത് വിൽക്കുന്ന സമയത്ത് എന്റെ WDV 1,00,000 ആയിരുന്നു. വിൽക്കുന്ന സമയത്ത് ഞാൻ വിറ്റത് എന്തും ആയിക്കോട്ടെ, അത്ര സംഖ്യ ആയിക്കോട്ടെ, വിൽക്കുന്ന സമയത്ത് WDV 1,00,000 ആയിരുന്നു. ആൻഡ് അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും റീ അക്വയർ ചെയ്തത് ഞാൻ 1,50,000 റീ അക്വയർ ചെയ്തത്, 1,50,000 റീ അക്വയർ ചെയ്ത്. അപ്പം റീ അക്വസിഷൻ പ്രൈസ് എത്രയാ, 1,50,000. WDV എത്രയാ, 1,00,000. ഇതിൽ ഏതാ എടുക്കുക കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട്, 1,00,000. അതൊരു ലൂപ്പ് ഹോൾ അടച്ചതാണ്. ഇതേപോലെ അസറ്റ് വിറ്റിട്ട് തിരിച്ച് വാങ്ങുന്ന രീതി കാണിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അസറ്റ് കൂടുതൽ കാണിച്ചൂടെ, അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഇങ്ങനത്തെ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് എന്താ കാണിക്കുക, 1,50,000 കാണിക്കുക. 1,50,000 കാണിച്ച കൂടുതൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തൂടെ, ഒരു കള്ളത്തരം അടച്ചതാണ് അവിടെ. അപ്പൊ അവർ പറഞ്ഞ് അങ്ങനെ പറ്റൂല, WDV ആ സമയത്ത് എത്രയായിരുന്നു അതിൽ അതോ അല്ലെങ്കിൽ റീ അക്വസിഷൻ പ്രൈസോ വിച്ച് ലോവർ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ കള്ളത്തരം പൊളിഞ്ഞു, ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അസറ്റ് യൂസ് ഫോർ പേഴ്സണൽ പർപ്പസ് ബ്രോട്ട് ഇൻ ടു ബിസിനസ്, പേഴ്സണലി യൂസ് ചെയ്തിരുന്ന അസറ്റ് ആയിരുന്നു, പക്ഷേ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തു, അങ്ങനെ കൊണ്ടുവന്നു, ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക, അതിന് ഡിപ്രിസിയേഷൻ അപ് ടു യെറ്റ്, അതായത് ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് നോക്കുക, മൈനസ് ചെയ്യുക, അങ്ങനെ ആ എടുക്കുക. അതായത് ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ. അതർ അസറ്റ് ആണെങ്കിൽ ഡയറക്ട്ലി ഒറിജിനൽ കോസ്റ്റ് എടുത്താൽ മതി. ബിൽഡിങ്ങിന് മാത്രമേ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്ന കേസുള്ളൂ. വേറെ ഏതെങ്കിലും അസറ്റ് പേഴ്സണലി യൂസ് ചെയ്യുന്ന അസറ്റ് ആയിരുന്നു ഞാൻ ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി സം അതർ പോയിന്റ്സിൽ പറയുന്നത് അസറ്റ് ഞാൻ പാർട്ട്ലി ബിസിനസ്സിനും പാർട്ട്ലി പേഴ്സണലി യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ബിസിനസിന്റെ മാത്രം പ്രൊപ്പറേഷനേറ്റ്ലി ഡിപ്രിസിയേഷനെ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പം 60% ബിസിനസ്സും 40% പേഴ്സണലും ആണെങ്കിൽ 60% ഓഫ് ഡിപ്രിസിയേഷൻ മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ നമ്മളെ ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ, 40% ക്ലെയിം ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഇനി അസറ്റ് പർച്ചേസ് ചെയ്തത് ഫോറിൻ കറൻസിയിലാണ്. ഫോറിൻ കറൻസിയിൽ ക്രെഡിറ്റ്, അതായത് ഫോറിൻ കറൻസിയിലാണ് പക്ഷെ പൈസ കൊടുത്തിട്ടില്ല, അങ്ങനെ പർച്ചേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഈ അതായത് പൈസ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് വല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ $1,000 വാങ്ങിയതായിരുന്നു, പക്ഷേ ഡോളറിന് അന്ന് 70 rupees ആയിരുന്നു, പക്ഷെ അതിന് ശേഷം ആ ഡോളറിന്റെ അതായത് 75 ആയി, $5 കൂടിയില്ലേ. അപ്പം എന്താ പറയാ, ₹1 ടു $70 ആയിരുന്നു, പിന്നെ $75 ആയി. അപ്പൊ അങ്ങനെ അറ്റ് ദി ടൈം ഓഫ് പേയ്മെന്റിൽ ആ എക്സ്ട്രാ ഞാൻ പേ ചെയ്തില്ലേ, എത്ര ഇപ്പൊ ഞാൻ വാങ്ങിച്ചപ്പോ എത്ര കാണിച്ചിട്ടുണ്ടാവുക, 70 into 1,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 70,000 ഞാൻ വാങ്ങിച്ചപ്പോ കാണിച്ചിട്ടുണ്ടാവുക, ശരിയല്ലേ? അല്ലേ? പക്ഷെ ഞാൻ ആക്ച്വലി പേയ്മെന്റ് നടത്താൻ നോക്കിയപ്പോൾ 75 ആയി, 75 into 1,000 അതായത് 75,000 ആയി, 5,000 കൂടിയില്ലേ. ഈ 5,000 എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് അസറ്റിൽ ആഡ് ചെയ്യണം. ഈ ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ ലോസ് ആണെങ്കിൽ ആ ലോസാ പറഞ്ഞത്, 70 ഉള്ളടത്ത് 75 പേ ചെയ്യണം, ലോസ് അല്ലേ. ഈ 70 ഉള്ളടത്ത് 65 പേ ചെയ്യേണ്ടി വന്നുള്ളൂ.
അപ്പൊ 5000 ലാഭം കിട്ടിയില്ലേ? പ്രോഫിറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അസറ്റ് നിന്ന് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ അസറ്റ് ഞാൻ ഫോറിൻ കറൻസിയിൽ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്ന കേസേ വരുള്ളൂ. ക്രെഡിറ്റ് ആകുമ്പോഴല്ല ബാലൻസ് പേയ്മെന്റ് കൊടുക്കേണ്ട പിന്നീട്. അപ്പൊ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ അസറ്റിന്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ, അതായത് കൊടുക്കുന്ന സമയത്ത് ഈ ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റോ ലോസോ ഞാൻ കോസ്റ്റ് ഓഫ് അസറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ പവർ ജനറേഷനിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ 2 മെത്തേഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു WDV യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ WDV അല്ലെങ്കിൽ നമുക്ക് പവർ ജനറേഷനുള്ള ആൾക്കാർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ബ്ലോക്ക് അനുസരിച്ച് WDV നോർമൽ പോരെ, പ്ലസ് അഡീഷണൽ ഡിപ്രിസിയേഷൻ ഒക്കെ ക്ലെയിം ചെയ്ത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ. പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ SLM ഓപ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഈച്ച് അസറ്റ് സെപ്പറേറ്റ്ലി കാണിക്കണം. SLM ആണെങ്കിൽ ഈച്ച് ബ്ലോക്ക് പറ്റൂല, ഓരോ അസറ്റിനെ സെപ്പറേറ്റ്ലി ആയിട്ട് തന്നെ ചെയ്യും വേണം. അഡീഷണൽ ഡിപ്രിസിയേഷൻ ഒട്ട് കിട്ടൂല. ഓക്കെ, അഡീഷണൽ ഡിപ്രിസിയേഷൻ ഒട്ട് എന്തെങ്കിലും കിട്ടൂല. ഇനി ഇങ്ങനത്തെ വല്ല അസറ്റ് ഞാൻ പിന്നീട് വിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ബ്ലോക്ക് അനുസരിച്ച് വിൽക്കുകയാണെങ്കിൽ ബ്ലോക്കിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യല്ലേ ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ അസറ്റ് വല്ലതും വിൽക്കുകയാണെങ്കിൽ ഇഫ് WDV ആ ബാക്കിയുള്ള റിട്ടേൺ ഓൺ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സെയിൽ പ്രൈസ് ആണെങ്കിൽ അത് ലോസ് ആണ്. അത് നമുക്ക് ടെർമിനൽ ഡിപ്രിസിയേഷൻ ആയിട്ട് എടുക്കാം. അത് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ അലൗഡ് ആണ്. ഓക്കെ, ഇനിയിപ്പം എന്താ പറയാ, സെയിൽ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ WDV ആണെങ്കിൽ പ്രോഫിറ്റ്, അത് ബാലൻസിങ് ചാർജ് ആണ്, അതിനെ ടാക്സബിൾ അണ്ടർ PGBP. PGBP എന്ത് ചെയ്യും? ടാക്സബിൾ ആണത്, ഇൻകമായിട്ട് ടാക്സ് ചെയ്യും. ഓക്കെ, PGBP ടാക്സ് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിൻ്റെ അല്ല. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. ഇൻ കേസ് ഓഫ് ജനറേഷൻ ഓഫ് പവറിന്റെ കേസിലാണ് അത് വരിക. ഇനി അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ തന്നെ സാധനമുണ്ട്. അതായത് അങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നോക്കിക്കേ, പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ്. ഇത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് P&L ഉണ്ടാക്കുക? ഇൻകംസ് എല്ലാ എക്സ്പെൻസും കുറച്ച് 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 ഡിപ്രീസിയേഷൻ കുറക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ്, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ നേരെ ലോസുക്ക് പോയി, മൈനസ് ആയി. ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ നേരെ ലോസ് ആണെങ്കിൽ അതിനെയാണ് അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഇപ്പൊ സപ്പോസ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ഈസ് 1 lakh. ഓക്കെ, ഡിപ്രീസിയേഷൻ ഏകദേശം 1,20,000 വരുന്നുണ്ട്. ഇത് കുറച്ചപ്പോ ബാക്കി ലോസ് എന്നല്ലേ? ലോസ് അല്ലേ? ഇത് ബിസിനസ് ലോസ് എന്നല്ല ഇതിനെ പറയാം. ഇതിനെന്തിനാ പറയാ? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്നാണ് ഇതിനെ പറയാ. ബിസിനസ് ലോസ് എന്ന് പറയൂല. ദിസ് ഈസ് നോട്ട് എ ബിസിനസ് ലോസ്, ദിസ് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇനി ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് ബിസിനസ് ലോസ് ആണെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാലോ, ക്യാരി ഫോർവേഡ് ചെയ്യാം. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാം. ബട്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് ഫ്രം എനി ഹെഡ്. സാലറി അല്ലാത്ത ഏത് ഹെഡ് എന്ന് വേണമെങ്കിലും എനിക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. പ്ലസ് ക്യാരി ഫോർവേഡ് ഫോർ ഇൻഡെഫിനിറ്റ്ലി. പർട്ടിക്കുലർ ഇയർ ഇല്ല. അപ്പൊ ബിസിനസ് ലോസ് ആണെങ്കിൽ സംതിങ് 8 years എങ്ങാനാണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ക്യാരി ഫോർവേഡ് ഇൻഡെഫിനിറ്റ്ലി. എത്ര വർഷം വേണമെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യാം. എപ്പോഴാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ വരിക? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ഈസ് ലെസ് ദാൻ ഡിപ്രീസിയേഷൻ. അതായത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ ലോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ലോസ് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇറ്റ് ഈസ് നോട്ട് ബിസിനസ് ലോസ്. ഓക്കെ, സെക്ഷൻ 32 കഴിഞ്ഞാ. നെക്സ്റ്റ് സെക്ഷൻ 35, സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചർ. സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറെ എക്സ്പെൻസ് ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ റിസർച്ച് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് ഈസ് പോസിറ്റീവ് ഫോർ ദി കൺട്രി അല്ലേ? കൺട്രിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഡിഡക്ഷൻ, അതായത് ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ ദേ വിൽ ഗെറ്റ് മച്ച് ഡിഡക്ഷൻ, മോർ ഡിഡക്ഷൻ എന്ന് പറയാം. അപ്പൊ ചിലത് ഇൻഹൗസ് എന്താ പറയുക റിസർച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ ആയിരിക്കാം. ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കേസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഇൻഹൗസ് റിസർച്ച് ആണെങ്കിൽ വിത്തിൻ 3 years ബിഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ഇപ്പം അതായത് റിസർച്ച് ചെയ്ത് ബിസിനസ് കമൻസ് ചെയ്തിട്ടില്ല, ബിസിനസ് കമൻസ് ചെയ്തിട്ടില്ല, ഓൺ റിസർച്ചിലാണ്. അപ്പം ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് തൊട്ട് 3 വർഷമുള്ള എന്തെങ്കിലും റവന്യൂ എക്സ്പെൻസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻസോ ലാൻഡ് പെടൂല. അത് എനിക്ക് 100% ഡിഡക്ഷൻ എടുക്കാം ഇൻ കമൻസ്മെന്റ് ഇയർ. അതായത് ബിസിനസ് തുടങ്ങുന്ന വർഷം എനിക്ക് കഴിഞ്ഞ 3 വർഷം ചെലവഴിക്കിയ വല്ല റവന്യൂ എക്സ്പെൻസുകളും വല്ല ക്യാപിറ്റൽ എക്സ്പെൻസുകളും 100% ഡിഡക്ഷൻ ആയിട്ട് ഇപ്പൊ ക്ലെയിം ചെയ്യാന്ന്. അപ്പൊ കഴിഞ്ഞ 3 വർഷം റിസർച്ചിൽ ഏർപ്പെട്ടിരുന്ന ഞാൻ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഐ ഹാവ് സം സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചർ. അപ്പൊ അങ്ങനെ വല്ല എക്സ്പെൻഡിച്ചർ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്, അതിൽ മെറ്റീരിയൽ പറ്റും, സാലറിയും പറ്റും, വേറെ എക്സ്പെൻഡിച്ചർ പറ്റില്ല കേട്ടോ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എന്തൊക്കെ പറ്റുള്ളൂ? മെറ്റീരിയൽസിന്റെ എക്സ്പെൻസ്, റോ മെറ്റീരിയൽസിന്റെ എക്സ്പെൻസും സാലറിയുടെ എക്സ്പെൻസും എനിക്ക് എന്ത് ചെയ്യാം? 100% റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പ്ലസ് ക്യാപിറ്റൽ നാച്ചർ ആയിട്ടുള്ള എല്ലാതും എക്സെപ്റ്റ് ക്യാപിറ്റൽ നാച്ചർ എന്ന് പറഞ്ഞാൽ എന്റെ അസറ്റ് പർച്ചേസ് അല്ല. ക്യാപിറ്റൽ നാച്ചർ ഞാൻ എന്ത് അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും എനിക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. 100% ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് വിത്തിൻ 3 years ഉള്ളിലുള്ള എല്ലാതും.
ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ 3 വർഷം മുമ്പുള്ള എല്ലാ റവന്യൂ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻസും എക്സെപ്റ്റ് ലാൻഡ് എനിക്ക് എന്ത് ചെയ്യാം 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ കമൻസ്മെന്റ് ബിസിനസ് കമൻസ് ചെയ്തതിന് ശേഷം റവന്യൂ എക്സ്പെൻസും ക്യാപിറ്റൽ എക്സ്പെൻസും എല്ലാതും എനിക്ക് എന്ത് ചെയ്യാം 100% ഡിഡക്ഷൻ എടുക്കാം എക്സെപ്റ്റ് ലാൻഡ്. അപ്പൊ ബിസിനസ് തുടങ്ങിയതിന് ശേഷം സയന്റിഫിക് റിസർച്ച് ഇതിൽ പെട്ട ഒരു ടീമാണെങ്കിൽ ബിസിനസ് തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യാം റവന്യൂസ് പ്ലസ് ക്യാപിറ്റൽ എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യാം, ലാൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ എക്സ്പെൻസുകളും എനിക്ക് എന്ത് ചെയ്യാം 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ ആണെങ്കിലോ, പുറത്തുനിന്ന് കോൺട്രിബ്യൂഷൻ തരുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ടു ഇന്ത്യൻ കമ്പനി എൻഗേജ് ഇൻ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്പനിക്ക് വല്ല ഇത് കൊടുക്കുകയാണെങ്കിൽ 100% സയന്റിഫിക് റിസർച്ച് എനിക്ക് എന്ത് ചെയ്യാം, ആ റിസർച്ചുമായി ബന്ധപ്പെട്ട 100%ഉം എനിക്ക് എക്സ്പെൻഡിച്ചർ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി വല്ല അപ്രൂവ്ഡ് അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജ്, യൂണിവേഴ്സിറ്റിക്കാണ് ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും 100% സയന്റിഫിക്, സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന്റെ 100% എനിക്ക് എന്ത് ചെയ്യാം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. ഇനി വല്ല IITക്കോ IISനോ നാഷണൽ ലബോറട്ടറിക്കോ ആണ് അങ്ങനെ പേയ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ 100% ഫോർ സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട എല്ലാ 100% എക്സ്പെൻസ് എനിക്ക് എല്ലാ എക്സ്പെൻസിന്റെ 100% എനിക്ക് എന്ത് ചെയ്യാം ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അതർ പോയിന്റ്സിൽ പറയുന്നത് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ആൻഡ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് സെയിം ആസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇപ്പൊ ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, അപ്പൊ അതിൽ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറച്ച് കൂടുതലാണ്, P&L നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കണ്ടെത്തില്ല, പ്രോഫിറ്റ് ബിഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കുക, ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് നോക്കുക, അത് ലോസിലോട്ടാ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് എനിക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. സെയിം ആസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷന്റെ അതേ കാറ്റഗറിയാണ് ഇവർക്ക് കിട്ടുന്നത്, അതേ പെക്യുലാരിറ്റി ആണ് അവർക്ക് കിട്ടുന്നത്. If scientific research is sold, then sale amount or deduction amount whichever is lower is taxable under PGB. Very important. ഈ സയന്റിഫിക് റിസർച്ച് ബിസിനസ് ഞാൻ എന്ത് ചെയ്ത് സോൾഡ് ചെയ്തു, മൊത്തത്തിൽ വിറ്റിക്കണമെങ്കിൽ സെയിൽ എമൗണ്ടോ ഞാൻ ഡിഡക്ഷൻ ഇതുവരെ എത്രയാണോ അലൗ ചെയ്തത് ആ എമൗണ്ടോ വിച്ചെവർ ഇസ് ലോവർ എന്തായിട്ട് ടാക്സ് ചെയ്യപ്പെടും, PGBP ഇൻകം ആയിട്ട് ടാക്സ് ചെയ്യപ്പെടും. ഇനി ഈ ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷന്റെ ഡിഡക്ഷൻ ഇല്ലേ, ഇറ്റ് വിൽ നോട്ട് ബി ക്ലെയിമബിൾ, അതായത് നോട്ട് ഡിഡക്ഷൻ ഫോർ ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ ഇഫ് അസസി ഫോളോസ് 115 BAC. അതായത് ഡിഫോൾട്ട് റിജീം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷന്റെ ഈ ഡിഡക്ഷൻ അവർക്ക് അലവബിൾ അല്ല, ഇൻഹൗസിന്റെ മാത്രമേ അലവബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ്സസ് സെക്ഷൻ 35AD. സെക്ഷൻ 35AD സ്പെസിഫൈഡ് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഡിഡക്ഷൻ ആണ്. എലിജിബിലിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ പറയുന്നത്. അപ്പൊ സ്പെസിഫൈഡ് ബിസിനസ് ഏതൊക്കെയെന്ന് ഇവിടെ പറയുന്നുണ്ട്, വായിച്ചു നോക്കണേ. ഡിഡക്ഷൻ അലൗഡ് ഓൺ ഓൾ ക്യാപിറ്റൽ എക്സ്പെൻസ് എക്സെപ്റ്റ് ലാൻഡ്, ഗുഡ്വിൽ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഗുഡ്വിൽ, ലാൻഡ് വെച്ച് എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻസും എന്ത് ചെയ്യാം ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യാം. ഇഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബിഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ 100% എന്ത് ചെയ്യാം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ കമൻസ്മെന്റ് സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ വർഷം ഇപ്പോൾ ഒരു വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ബിസിനസ്സായി ബന്ധപ്പെട്ട്, ഈ സ്പെസിഫൈഡ് ബിസിനസ്സായി ബന്ധപ്പെട്ട്. പക്ഷെ അന്ന് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇന്ന് ബിസിനസ് തുടങ്ങി. ഇപ്പൊ ഈ വർഷത്തെ P&L എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൊത്തം ഫുള്ള് കാണിക്കാം. ഓക്കെ, ഇനി ആഫ്റ്റർ ആണെങ്കിലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണെങ്കിലും സെയിം 100% ഡിഡക്ഷൻ എടുക്കാം. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി അല്ലേ, இந்த അസറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാറാ, 100% ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് ലാൻഡ് ആട്ടോ, ലാൻഡ്, ഗുഡ്വിൽ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. എന്തൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ് പെട്ട കാറ്റഗറി എന്നുള്ളത്. ജസ്റ്റ് പോസ് ആൻഡ് റീഡ്. നെക്സ്റ്റ് ഇതിലുള്ള കുറച്ച് കണ്ടീഷൻസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഷുഡ് ബി ന്യൂ ബിസിനസ് ആയിരിക്കണം, നോട്ട് ഫോണ്ട് ബൈ സ്ലിപ്റ്റിംഗ് അപ്പ് ആവരുത്, റീകൺസ്ട്രക്ഷൻ ആവരുത്. അപ്പൊ സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബിസിനസ് ആയിരിക്കണം. ഓക്കെ, പ്ലാന്റ് ആൻഡ് മിഷനറി ഒക്കെ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് ന്യൂ ആയിരിക്കണം, ഷുഡ് ബി ന്യൂ. എക്സെപ്റ്റ് ഇനി ചില കേസിൽ ഇമ്പോർട്ടന്റ് ഓൾഡ് പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ കുഴപ്പമില്ല, അതായത് ബിസിനസ് പുതിയതായിരിക്കണം, ഇതിൽ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതായത് പ്ലാന്റ് ആൻഡ് മിഷനറി ഒക്കെ എന്തായിരിക്കണം, ന്യൂ തന്നെ ആയിരിക്കണം. ബട്ട് താഴെ പറഞ്ഞ 2 കേസിൽ ന്യൂ ആവണം എന്നില്ല. അതായത് ഇമ്പോർട്ടഡ് ഓൾഡ് പ്ലാന്റ് ആൻഡ് മിഷനറി, ഞാൻ ഇമ്പോർട്ട് ചെയ്ത പഴയ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ കുഴപ്പമില്ല, ക്ലെയിം ചെയ്യാം. ഇനി ടോട്ടൽ പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ 20% ഓൾഡ് ആയാലും കുഴപ്പമില്ല, അതായത് 80% എങ്കിലും ന്യൂ ആവണം, അതാണ് അതിന്റെ കണ്ടീഷൻ. 80% ന്യൂ പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ ആയിരിക്കണം, 20% ഓൾഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി മേലെ നമ്മൾ പറഞ്ഞില്ല പേയ്മെന്റ് എക്സ്പെൻഡിച്ചർ ഞാൻ 10,000 മുകളിൽ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ വല്ല ക്യാഷ് ആയിട്ട് വല്ല പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുക്കും, അതായത് വല്ല അസറ്റോ അല്ലെങ്കിൽ വല്ല പ്ലാന്റ് ആൻഡ് മിഷനറി ഒക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ പൈസ ആയിട്ട് ഞാൻ 10,000 മുകളിലാണ് കൊടുത്തത്,
ഒരു അസറ്റ് ഞാൻ വാങ്ങിയത് 2.5 ലക്ഷത്തിന്റെ അസറ്റാ. 2.5 ലക്ഷം ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2.5 ലക്ഷം, അതിനാ പൈസ ആയിട്ടാ വാങ്ങിയത്, പൈസ കൊടുത്തിട്ടാ വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ 2.5 ലക്ഷം എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എക്സ്പെൻസ് ആയിട്ട് പറ്റൂല. എക്സീഡ്സ് 10,000. ഇനി ഇതിന്റെ സ്പെസിഫൈഡ് ബിസിനസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. അതായത് സ്പെസിഫൈഡ് ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് വിൽ ബി കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി. ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ഈ സെറ്റ് ഓഫ് ഓൺലി ഫ്രം പ്രോഫിറ്റ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്. ഓക്കെ, ഇപ്പം സ്പെസിഫൈഡ് ബിസിനസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ ലോസ് അതിന്റെ പ്രോഫിറ്റ് ആയിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ബിസിനസ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. സ്പെസിഫൈഡ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഓൺലി സ്പെസിഫൈഡ് ബിസിനസ്. ഇനി സ്പെസിഫൈഡ് ബിസിനസ് ഞാൻ സോൾവ് ചെയ്യാം, ഇതിൽ അസറ്റ് ഒക്കെ ഞാൻ വിൽക്കുകയാണെങ്കിൽ എത്രയാണ് എമൗണ്ട് കിട്ടുന്നത് വിൽ ബി ടാക്സബിൾ അണ്ടർ PGP. അത് ഡിഡക്ഷൻ തന്നതല്ലേ, ഫുൾ ഡിഡക്ഷൻ തന്നിട്ട് ഇപ്പൊ വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ വിറ്റ എമൗണ്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും? PGBP ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ടായിരുന്ന എനിക്ക്, അതിലുണ്ടായിരുന്ന അസറ്റ് ഞാൻ എന്ത് ചെയ്തു? നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു 8 വർഷത്തിന്റെ മുന്നേ തന്നെ. 8 വർഷത്തിന്റെ ഉള്ളിലാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന അസറ്റ് ഞാൻ എന്ത് ചെയ്തു? നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിലോട്ട്, എന്റെ തന്നെ ബിസിനസ് ആണ്, അങ്ങോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, കൺവേർട്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? കാണിച്ചു തരാം. എത്രയാണോ അന്ന് ഞാൻ ഡിഡക്ഷൻ അലോ ചെയ്തത്, കോസ്റ്റ് ഓഫ് അസറ്റ്, അന്ന് ഞാൻ ക്ലെയിം ചെയ്ത അസറ്റ് ഇല്ലേ, എക്സ്പെൻഡിച്ചർ ഇല്ലേ, അന്നത്തെ കോസ്റ്റ് അസറ്റ് എടുക്കുക, ആ അസറ്റിന്റെ കോസ്റ്റ് എടുക്കുക, അതിന്റെ ഡിപ്രീസിയേഷൻ, ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ ക്ലെയിം എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ ട്രാൻസ്ഫർ ചെയ്ത് വരെയുള്ള ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക? കുറക്കുക. ബാക്കിയുള്ളത് എന്തായിരിക്കും? ടാക്സബിൾ അണ്ടർ PGBP ടാക്സ് ചെയ്യപ്പെടും. കാരണം അന്ന് മൊത്തം 100% ഡിഡക്ഷൻ എടുത്തിട്ട് ഇപ്പൊ പിന്നെ മൊത്തം വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പൊ എന്ത് ചെയ്തു? എത്രയാണോ അന്ന് ഡിഡക്ഷൻ എടുത്തത്, അതായത് അന്ന് അസറ്റിന്റെ കോസ്റ്റ് കേൾക്കാനും ഡിഡക്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക, അതിന് എന്ത് മൈനസ് ചെയ്യുക? ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, ബാക്കിയുള്ളത് ടാക്സബിൾ അണ്ടർ PGBP. ഇനി ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഫോർ നോൺ സ്പെസിഫൈഡ് ബിസിനസ്, അതായത് ഇപ്പൊ ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തേ, നോൺ സ്പെസിഫൈഡ് ബിസിനസ് അല്ലേ ട്രാൻസ്ഫർ ചെയ്തേ, അവിടെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കോസ്റ്റ് ആയിട്ട് എന്താ എടുക്കാം? മുമ്പ് ഞാൻ നേരത്തെ മേലെ പറഞ്ഞിരുന്നു തോന്നുന്നു, കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ്. യഥാർത്ഥ കോസ്റ്റ് എത്രയാണോ, യഥാർത്ഥ അന്ന് ആ അസറ്റ് വാങ്ങിയപ്പോ കോസ്റ്റ് എത്രയാണ്, ഈ സാധനടാ കോസ്റ്റ് ഓഫ് അസറ്റ്, ഇതന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അതിനെന്ത് മൈനസ് ചെയ്യുക? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. ഓക്കെ, അതിന് ഇത് രണ്ട് സെയിം ആയിരിക്കും. കോസ്റ്റ് ഓഫ് അസറ്റ്, ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി 115 BSc ഫോളോ ചെയ്യുന്ന ആൾക്ക് ഡിഡക്ഷൻ അണ്ടർ 35 AD കിട്ടൂല കേട്ടോ. ഓക്കെ, നോർമൽ ഡിപ്രിസിയേഷൻ മാത്രം എടുക്കാം, നോർമൽ ഡിപ്രിസിയേഷൻ എടുക്കാം. പക്ഷെ 35 അങ്ങനെ അവിടെ പറഞ്ഞിരുന്നു ഞാൻ, അതായത് 35 AD ഉള്ള അസറ്റ് ആണെങ്കിൽ അതിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല പറഞ്ഞിരുന്നു. ബട്ട് 35 AD 115 BSc ഫോളോ ചെയ്യുന്ന ആൾക്ക് കിട്ടൂല, ഡിഫോൾട്ട് റെജിമിന് കിട്ടൂല. അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചെയ്യാം? ഈ സ്പെസിഫൈഡ് ബിസിനസിന്റെ ക്യാപിറ്റൽ അസറ്റും നോർമൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം അവിടെ. ഓക്കെ, ആൻഡ് പ്രിലിമിനറി എക്സ്പെൻസസ് 35D. എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് മുന്നേ, അതായത് കമൻസ് ചെയ്യുന്നതിന് മുന്നേ, ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ വന്ന എക്സ്പെൻസ് ആണല്ലോ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയാം. അപ്പൊ ഡിഡക്ഷൻ അലൗഡ് ഓൺലി ടു റെസിഡന്റ് അസസി. റെസിഡന്റ് ആയിട്ടുള്ള ഒരു അസസിക്കാണ് ഡിഡക്ഷൻ കൊടുക്കുക പ്രിലിമിനറി എക്സ്പെൻസിന്റെ. ഓക്കെ, റെസിഡന്റ് ആയിട്ടുള്ള ഒരു അസസിക്ക് പ്രിലിമിനറി എക്സ്പെൻസിന്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് അതിന് ലിമിറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. മാക്സിമം ലിമിറ്റ് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഇത്ര, അതർ റെസിഡന്റ് അസസിയാണ്, കമ്പനിക്ക് വേറെ, വേറെ അസസിക്ക് വേറെ, ഓക്കെ, വേറെ പേഴ്സണ് വേറെ. അപ്പൊ ഇൻഡിവിജ്വൽ ഒക്കെ ആണെങ്കിൽ ഇതിൽ വിടും, കമ്പനി ആണെങ്കിൽ ഇതിൽ വിടും. കമ്പനി ആണെങ്കിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വന്ന ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെയോ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെയോ, ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നെ നമ്മളെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ കോസ്റ്റ്, അതിന്റെ 5% എടുക്കാം, അതിൽ ഹയർ എടുക്കാം. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5%, ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 5%, വിച്ച് എവർ ഈസ് ഹയർ ആണ് എനിക്ക് ഇന്ത്യൻ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി എക്സ്പെൻസിന്റെ സെക്ഷൻ 35D എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ളവർക്ക് ഡയറക്ട്ലി 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്, 5%, കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5%. ബാക്കി ഇൻഡിവിജ്വലിനൊക്കെ അപ്പം കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എത്രയാണോ അതിന്റെ 5% എടുത്താൽ മതി. പക്ഷെ ഇന്ത്യൻ കമ്പനിയാണ് അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5% എടുക്കുക, ക്യാപിറ്റൽ എംപ്ലോയിയുടെ 5% എടുക്കുക, അതിൽ ഹയർ ഏതാണോ അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഓഫ് ന്യൂ ബിസിനസ്, അതായത് എത്രയാണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതാണ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ക്യാപിറ്റൽ അല്ലേ? ഓക്കെ, അത് പ്ലസ് ഡിവെഞ്ചേഴ്സ് പ്ലസ് ലോങ് ടൈം ബോറോയിങ്സ് പ്ലസ് ന്യൂ ബിസിനസ്, അതായത് മൊത്തം ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണോ അത്. അതിൽ റിസർച്ച് ആൻഡ് സർപ്ലസും ഷെയർ പ്രീമിയം പെടൂല. ഇനി ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, മാക്സിമം ലിമിറ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആക്ച്വലി ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസോ മേലെ കാൽക്കുലേറ്റ് ദ ലിമിറ്റോ വിച്ച് എവർ ഈസ് ലോവർ. എടാ
ലിമിറ്റാണ് മേലെ കാൽക്കുലേറ്റ് ചെയ്തത്. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ഓക്കെ. ആ ലിമിറ്റെക്കാളും കുറവേ ആക്ച്വലി പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് മൊത്തം അങ്ങനെ ഫുൾ എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സപ്പോസ് മേലെ പറഞ്ഞ രീതിയിൽ ലിമിറ്റ് എത്ര കിട്ടിയ 1 lakh കിട്ടിയത്, ബട്ട് ആക്ച്വലി 80,000 പ്രിലിമിനറി എക്സ്പെൻസ് ചെലവായിട്ടുള്ളൂ. അപ്പൊ 1 lakh ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലോവർ അല്ലേ, 80,000 ക്ലെയിം ചെയ്യാം. ഇനി ആ 80,000 തന്നെ ആ വർഷം മൊത്തം ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിഡക്ഷൻ ഈസ് ലാലോഡി 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഡിവൈഡഡ് ബൈ 5. 80,000 ഡിവൈഡ് ബൈ 5 എന്നുള്ള രീതിയിൽ ഓരോ 5 വർഷമായിട്ടേ കിട്ടുള്ളൂ, ഒറ്റയടിക്ക് കിട്ടൂല. 80,000 ഒറ്റയടിക്ക് ആ റെസ്പെക്ടീവ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ ആ ഇയർ തന്നെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. 80,000 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് ഓരോ വർഷം വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രിലിമിനറി എക്സ്പെൻസിന്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസിന്റെ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇത് ആർക്കേ കിട്ടുള്ളൂ? റെസിഡന്റ് ആയിട്ട് ആൾക്കേ കിട്ടുള്ളൂ. അത് ഇന്ത്യൻ കമ്പനി ആവാം, അതർ എസ് എസ് സി ആവാം. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5% അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിന്റെ 5% വിച്ച് ഈസ് ഹയർ. അതർ എസ് എസ് സി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5%. ഇതാണ് മാക്സിമം ലിമിറ്റ്. ഇനി എത്ര ആക്ച്വൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എത്രയാ? ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസ് വന്നത് എത്രയാണോ അല്ലെങ്കിൽ മേലെ പറഞ്ഞ ലിമിറ്റ് എത്രയാണോ വിച്ച് എവർ ഈസ് ലോവർ ക്ലെയിം ചെയ്യാം. ഡിഡക്ഷൻ അലൗഡിങ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്, 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇനി എക്സ്പെൻസ് ഇൻകേർഡ് ആൻഡ് വളണ്ടറി റിട്ടേൺമെന്റ് സ്കീം സെക്ഷൻ 35D അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അതായത് ഇത് എല്ലാവർക്കും കിട്ടും, എല്ലാ അസസിനും കിട്ടും. ഇത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, കിട്ടുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ VRS സ്കീമിന് വേണ്ടിയിട്ട് എനിക്ക് ആ എംപ്ലോയീസിന്റെ അവിടെ VRS സ്കീമിന് വേണ്ടിയിട്ട് വല്ല എക്സ്പെൻസ് ക്ലെയിം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യാം, 5 വർഷമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്തെടുക്കാം ആ റിലേറ്റഡ് എക്സ്പെൻസസ്. ഓക്കെ, കഴിഞ്ഞടാ, ഏകദേശം കഴിഞ്ഞ്. ഇനി അതർ ഡിഡക്ഷൻ സെക്ഷൻ 36 36 ബാക്കിയുള്ള ഡിഡക്ഷൻസ് പറഞ്ഞത്. അപ്പൊ ഓരോരോ സ്പെസിഫിക് ഡിഡക്ഷൻസ് നമ്മൾ 30 തൊട്ട് ഇങ്ങനെ പറഞ്ഞു, 30, 31, 32, പിന്നെ 35 ഓരോന്നോരോ സ്പെസിഫിക് ഡിഡക്ഷൻസ് പറഞ്ഞു. ഇനി അതർ ഡിഡക്ഷൻ സുമാർ ബാക്കിയുള്ള മിസിലേനിയസ് സാധനങ്ങൾ പറയും. ഇൻഷുറൻസ് പ്രീമിയം ഇല്ല, സ്റ്റോക്കിന്റെ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ പ്രീമിയം, ക്യാഷ് ആയിട്ട് അല്ലാത്ത പേ ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ബോണസോ കമ്മീഷൻ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ 43B എന്നുള്ള സെക്ഷൻ ഉണ്ട്, അതിന് അത് പാലിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ പഠിക്കുന്നുണ്ട് 43B, നമ്മൾ പഠിക്കും. അത് പാലിച്ച് സബ്ജക്ട് ടു 43B 43B അനുസരിച്ചിട്ടായിരിക്കണം ബോണസോ കമ്മീഷൻ പേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോണസോ കമ്മീഷൻ എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബിസിനസിന്റെ ലോൺ എനിക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻട്രസ്റ്റ് പുട്ട് യൂസ് വരുന്ന കോസ്റ്റിൽ ആഡ് ചെയ്യും. അല്ലാത്ത അതായത് ഇപ്പം ഒരു അസറ്റ് വാങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, പുട്ട് യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ, അതായത് അസറ്റ് വാങ്ങി പുട്ട് യൂസ് ചെയ്യുന്ന വരെയുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യും. ബാക്കി അതിന് ശേഷം ഞാൻ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടാവില്ലേ, അല്ലേ? അതിന് ശേഷം പുട്ട് യൂസിന് ശേഷം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ലോണിന്റെ ഇൻട്രസ്റ്റ് തന്നെ ക്ലെയിം ചെയ്യാം. വേറെ ഏത് കേസിലും എനിക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ലോണിന്റെ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബട്ട് അവിടെയും പറയുന്നുണ്ട് സബ്ജക്ട് ടു 43B. അപ്പൊ 43B ഈസ് വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ കേട്ടോ. 43B ഈസ് വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ. പ്രാക്ടിക്കൽ പെർസ്പെക്ടീവ് അടക്കം ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. വിൽ ഡിസ്കസ് ലൈക്ക് ഡേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി വല്ല സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡിസ്കൗണ്ട് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അമോർട്ടൈസ് ചെയ്യാൻ ഓവർ ദി ലൈഫ് ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ടിന്റെ ലൈഫ് 10 ഇയർ ആണെങ്കിൽ ആ 10 വർഷമായിട്ട് ആ ഡിസ്കൗണ്ട് എന്ത് ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്ത് പോകാം. ഡിവൈഡ് ബൈ 10 ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഫോർ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. EPF, PF ഇല്ലേ, PF ഒക്കെ ഇടുന്നുണ്ടാവും. എംപ്ലോയർ ഒരു പോർഷൻ ഇടൂലേ, നിങ്ങൾ സാലറി പഠിച്ചിട്ടുണ്ടോ? എംപ്ലോയി ഒരു പോർഷൻ ഇടും, എംപ്ലോയർ ഒരു പോർഷൻ ഇടും. ആ എംപ്ലോയർ ഇടുന്ന പോർഷൻ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഇഫ് ദാറ്റ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് സൂപ്പർഅന്വേഷൻ ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്, എനി അതർ ഫണ്ട് ആസ് പെർ ലോ. ESI പ്രകാരമുള്ള വേറെ ഏതെങ്കിലും എംപ്ലോയി സ്റ്റേറ്റ്സ് ഇൻഷുറൻസ് അത് പ്രകാരമുള്ള വേറെ ഏതെങ്കിലും ഫണ്ട് ആണെങ്കിൽ അപ്രൂവ്ഡ്, അതായത് റെഗുലേറ്ററി ഉള്ള സാധനമാണെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണെങ്കിൽ ആ അതിലോട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് അല്ലേ, അത് അല്ലേ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെലവാക്കില്ലേ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലേ, അതെന്ത് ചെയ്യാൻ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അവിടെയും സബ്ജക്ട് ടു 43B. കണ്ടാ, 43B ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സസ്പെൻസ് ആയിട്ട് അവിടെ നമ്മൾ പഠിക്കും. ദെൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺഅപ്രൂവ്ഡ് സൂപ്പർഅന്വേഷൻ ഫണ്ട്, അൺഅപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് ഒക്കെ ആണെങ്കിൽ അതിനൊന്നും എന്ത് ചെയ്യില്ല, അതിക്ക് നോ ഡിഡക്ഷൻ. ഇപ്പൊ ഞാൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഞാൻ പൈസ ഇടുന്നത്, ഞാൻ എംപ്ലോയർ ആണ്, ഞാൻ പൈസ ഇടുന്നത് ഇതിലോട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന പൈസ എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതിലാണെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി പെൻഷൻ സ്കീമിലോട്ടുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 80CCDയിൽ ക്ലെയിം ചെയ്യുന്ന സാധനമില്ലേ, 80CCDയിൽ ക്ലെയിം ചെയ്യുന്ന പെൻഷൻ സ്കീമിലോട്ടുള്ള വല്ല കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ സാലറിയുടെ ബേസിക് പ്ലസ് DAയുടെ 14%ഓ വിച്ച് എവർ ഇസ് ലോവർ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതും സബ്ജക്ട് ടു 43B. അപ്പൊ ഞാൻ ഈ പെൻഷൻ സ്കീമിലോട്ട് 80CCD അനുസരിച്ചിട്ട് ആ എംപ്ലോയി എടുക്കുന്ന സാധനമാണിത്, അതായത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കുന്ന സാധനമാണിത്. അയാൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കുന്ന ആ സാധനം ഞാൻ ഇടുന്ന കോൺട്രിബ്യൂഷനാ. അപ്പം ഞാൻ ഇടുന്ന മൊത്തം എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ 50,000.
ബട്ട് 14% ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 25,000 വരുന്നുള്ളൂ. ഇതിൽ ഏതാ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? 50,000 ആക്ച്വലി എന്റെ പോക്കറ്റിൽ നിന്ന് പോയി, ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ട് പൈസ. പക്ഷേ എന്നാലും 25,000 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഷുഡ് ബി സബ്ജക്ട് ടു 43B. 43B അനുസരിച്ചിട്ട് എന്തായിരിക്കണം, അത് കറക്റ്റ് അടച്ചിട്ടുണ്ടാവണം. അതാണ് ഉദ്ദേശിക്കുന്നത്. 43B അതാ ഉദ്ദേശിക്കുന്നത്, വിത്തിൻ ദി ടൈം ലിമിറ്റിനുള്ളിൽ അടച്ചിട്ടുണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറയാം, വെറുതെ കൺഫ്യൂസ് ആവണ്ട. ഇനി എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് PF, ESI, UPN fund. Deduction allowed if amount deposited on or before due date of that fund. If not deposited by employer up to date of that fund, then amount will be deemed to be income under PGBP. Due date of deposition 15th month of next month. ഇതെന്താ വെച്ചാൽ ഇത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണ്. അവിടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എങ്ങനെ എംപ്ലോയർ തരാൻ നോക്കുന്നത്? നോക്കണം, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആർക്കാ തരുന്നത്? എംപ്ലോയറുടെ കയ്യിലാ പൈസ ഉള്ളേ അല്ലേ? അപ്പൊ എംപ്ലോയി എന്ത് ചെയ്യണം? ഇഫ് നോട്ട് ഡെപ്പോസിറ്റഡ്, അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡീംഡ് ടു ബി ഇൻകം അണ്ടർ PGBP. അതായത് എന്തായിട്ട് ഡീം ചെയ്യപ്പെടും? അത് ബിസിനസിന്റെ ഇൻകം ആയിട്ട് ഡീം ചെയ്യപ്പെടും. അത് എംപ്ലോയി അടക്കാൻ വേണ്ടി തന്ന പൈസ അതാരടുത്തിരിക്കുന്ന എംപ്ലോയറുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക, ഗവൺമെന്റ് അടച്ചിട്ടില്ലെങ്കിൽ എന്തായിട്ട് ഡീം ചെയ്യപ്പെടും? വിൽ ബി ഡീംഡ് ടു ബി ഇൻകം അണ്ടർ PGBP ഇൻകം ആയിട്ട് ഡീം ചെയ്യപ്പെടും. നെക്സ്റ്റ്, ബാഡക്സ്. ആക്ച്വൽ ബാഡക്സ്, സെയിൽസിന്റെ ബാഡക്സ് ഇല്ലേ, അലൗഡ് ആണ്. ലോൺ കൊടുത്ത് ബാഡക്റ്റ് ആയി, നോട്ട് അലൗഡ്. മണി ലെൻഡിങ് ബിസിനസ് അല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നത്? എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ബാഡക്റ്റ് ആയിട്ട് കാണിക്കുക, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റൂല. സെയിൽസ് നിന്നുള്ള ബാഡക്റ്റ് ആണെങ്കിൽ അലൗഡ് ആണ്. നിങ്ങൾ വല്ല ലോൺ കൊടുത്തിട്ട് കിട്ടാത്ത സംഖ്യ ആണെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ബട്ട് മണി ലെൻഡിങ് ബിസിനസ്സിൽ പെട്ട ആൾക്കാരാണെങ്കിൽ എടുക്കാം. പ്രൊവിഷൻ ഫോർ ബാഡക്ട്സ്, നമ്മൾ അക്കൗണ്ട്സിൽ പ്രൊവിഷൻ ഫോർ ബാഡക്റ്റ് ഇടൂലേ, ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ പ്രൊവിഷൻ ഫോർ ബാഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് കാണിക്കാൻ പറ്റൂല, കാണിച്ചില്ലെങ്കിൽ ഡിസലോ ചെയ്യും, കിട്ടൂല. പക്ഷെ ബാങ്കിൽ എന്ത് ചെയ്യാം? പ്രൊവിഷൻ ഫോർ ബാഡക്ട്സ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. Any other points related to this? Balance should be written off in the books of previous year in which deduction is claimed. Deduction claim ചെയ്യുന്ന അതേ വർഷം തന്നെ എന്ത് ചെയ്യണം? Balance should be written off. Okay, debt should be taken in account for computing of previous year or earlier years. അതായത് ഡെറ്റ് ഞാൻ എത്രയാണോ എനിക്ക് എന്താ പറയാ ബാഡക്റ്റ് വന്നത്, ഇറ്റ് ഷുഡ് ബി ടേക്കൻ ഇൻകം, ആ പ്രീവിയസ് ഇയറത്തെ അല്ലെങ്കിൽ ആ ഏർലിയർ ഇയേഴ്സത്തെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡെറ്റ് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇനി ബാഡക്റ്റ് വല്ലതും റിക്കവർ ആയി കഴിഞ്ഞാലോ? അല്ലേ, ബാഡക്റ്റ് ചിലപ്പം ബാഡക്റ്റ് ആയിട്ട് കാണിച്ചു, പക്ഷെ പിന്നീട് റിക്കവർ ചെയ്യും, അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ അണ്ടർ PGBP. നമ്മൾ ബാഡക്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചില്ലേ, ബാഡക്റ്റ് തിരിച്ചിട്ട് ലിങ്ക് ആയിട്ട് കാണിക്കണം. യെസ്, ഓക്കെ. സോ എമൗണ്ട് ടാക്സബിൾ, എത്രയാണ് ടാക്സബിൾ ചെയ്യപ്പെടുക ബാഡക്റ്റിന്റെ കേസിൽ? ബാഡക്ട്സ് റിക്കവേർഡ് ഇൻ എക്സസ് ഓഫ് നോട്ട് റിട്ടേൺ ഓഫ്. റൈറ്റ് ഓഫ് ചെയ്യാത്ത ബാഡക്ട്സിന്റെ എക്സസ് ആയിട്ട് വന്ന എമൗണ്ട് ആണ് ടാക്സബിൾ ചെയ്യപ്പെടുക. ഫോർ എക്സാമ്പിൾ താഴെ ഒരു ഇത് പറയുന്നത്, അപ്പൊ കുറച്ചുകൂടി മനസ്സിലായി. അതായത് 1 lakh ആണ് ടോട്ടൽ ബാഡക്റ്റ്, അതിൽ 60,000 റിട്ടേൺ ഓഫ് ചെയ്ത്, 40,000 റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ബാഡക്റ്റ് റിക്കവർ ആയി നോക്കിയേ, കേസ് 1 35,000 റിക്കവർ ആയ, 35,000 റിക്കവർ ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ടാക്സബിൾ എമൗണ്ട് എത്രയാണ്? ഇല്ല. എന്തുകൊണ്ട് ഇല്ലായ? ബാഡക്റ്റ് റിക്കവേർഡ് ഇൻ എക്സസ് ഓഫ് നോട്ട് റിട്ടേൺ ഓഫ് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ടാക്സബിൾ ആവുള്ളൂ. അപ്പം റിട്ടേൺ ഓഫ് ചെയ്യാത്ത 40,000 ഉണ്ട്, ആകെ എത്ര കിട്ടിയിട്ടുള്ളൂ? 35,000 കിട്ടിയിട്ടുള്ളൂ. സോ എക്സസ് ആയിട്ടില്ല, ഒന്നും കിട്ടില്ല. സപ്പോസ് അത് 45,000 ആണ് കിട്ടിയിരുന്നെങ്കിലോ, റിക്കവർ ആയത് 45,000, അങ്ങനെയാണെങ്കിൽ 40,000 ആണ് റിട്ടേൺ ഓഫ് ചെയ്യാത്തത് അല്ലേ? അപ്പൊ 40,000ന്റെ എക്സസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിക്കവറി വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സസ് മാത്രമാണ് ടാക്സബിൾ ആകും. അപ്പൊ എക്സസ് റിക്കവറിയാണ്, അതായത് റൈറ്റ് ഓഫ് ചെയ്യാത്തതിന്റെ എബോവ് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ആ എബോവ്, ആ എക്സസ് എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുക, ടാക്സബിൾ ആയിട്ട് കാണിക്കുക. ഇത് പഠിച്ചിട്ട് ബാഡക്ട്സ് അധികം ചോദിക്കലുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സിനാരിയോ തന്നിട്ട്. ഓക്കെ, സോ ബാഡക്ട്സിന്റെ കേസിൽ എനിക്ക് ബാഡക്ട്സ് എനിക്ക് അലൗഡ് ആണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ബട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന കേസ് ഉണ്ട്, ചില ബാഡക്ട്സ് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ആ റൈറ്റ് ഓഫ് അതായത് ബാഡക്ട്സ് ടോട്ടൽ 1 lakh വന്ന്, ഓക്കെ, ടോട്ടൽ 1 lakh വന്ന് അതിൽ 60,000 റൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു, അതായത് ബാഡക്ട്സ് ആയിട്ട് കാണിച്ച് 30 എനിക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ്ലി ഡിഡക്ഷൻ എടുക്കാം, ഫുള്ളി ഡിഡക്ഷൻ എടുക്കാം. ഇനി റൈറ്റ് ഓഫ് ചെയ്യാത്ത കുറച്ച് പോർഷൻ അവിടെ ഉണ്ട് സ്റ്റിൽ. ഇനി ആഫ്റ്റർ ദാറ്റ് 1 year കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് റിക്കവർ ചെയ്യാന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, അതായത് ഞാൻ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാത്ത പോർഷൻ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിനേക്കാളും കൂടുതൽ റിക്കവറി വരികയാണെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വന്നത് മാത്രമേ ടാക്സബിൾ ആക്കുള്ളൂ, മൊത്തം ടാക്സബിൾ ആക്കൂല. ഓക്കെ, മൊത്തം ടാക്സബിൾ ആക്കൂല. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പെൻസസ് ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വല്ല എക്സ്പെൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഗെറ്റ് ദി എന്താ പറയുക ഡിഡക്ഷൻ. കമ്പനീസിന് മാത്രമേ കിട്ടുള്ളൂ. റവന്യൂ നേച്ചർ ആണെങ്കിൽ 100% ഡിഡക്ഷൻ ആണ്. ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഡിഡക്ഷൻ എടുക്കാം. എന്തിന്റെ ബേസിലാണ്? ഫാമിലി പ്ലാനിങ് കിട്ടാം, എംപ്ലോയീസിന്റെ ഫാമിലി പ്ലാനിങ്. അൺഅബ്സോർഡ് എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിങ് ക്യാരി ഫോർവേഡ്. അതാണ് ഈ നേരെ പറഞ്ഞ അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എക്സ്പെൻസ്, അതായത് പ്രോഫിറ്റ് ബിഫോർ എക്സ്പെൻസസ് ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് ഉണ്ട് നോക്കി, എന്നിട്ട് മൈനസ് എക്സ്പെൻസസ് ഓൺ പ്രൊമോഷൻ ഓഫ് പ്ലാനിങ് നോക്കിയപ്പോൾ ലോസിലാണ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് അൺഅബ്സോർഡ് എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിങ്.
അതെനിക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ പോലെ തന്നെ എനിക്ക് അതിനെ കണക്കാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഷെയർസ് ഷെയർസുമായി ബന്ധപ്പെട്ട് വരുന്ന വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ വരുന്ന സാധനമാണ് STT അല്ലെങ്കിൽ CTT, കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. കമ്മോഡിറ്റീസ് വിൽക്കൽ വാങ്ങി നടക്കുമ്പോൾ CTT കൊടുക്കണം, ഷെയർസ് വിൽക്കൽ വാങ്ങി നടക്കുമ്പോൾ STT കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് അല്ലേ, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇഫ് ആ സ്റ്റോക്കിനെ, അതായത് ആ കമ്മോഡിറ്റീനെ അല്ലെങ്കിൽ ആ ഷെയർസിനെ ഞാൻ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അസറ്റ് ആയിട്ടല്ല സ്റ്റോക്ക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈ സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പൊ ഞാൻ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും, ഷെയർസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ മൈ ബിസിനസ് ഈസ് ഷെയർസ് വാങ്ങൽ വിൽക്കലാണ് എന്റെ ബിസിനസ് എന്നുണ്ടെങ്കിലാണ് എനിക്ക് STT CTT പേ ചെയ്യുന്നത് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഓക്കെ, യെസ്, കഴിഞ്ഞു. സെക്ഷൻ 37 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും 40 സെക്ഷൻ 40 റിലേറ്റഡ് പറയാം. ഇപ്പൊ സെക്ഷൻ എന്താ പറയാ 37 ജനറൽ ഡിഡക്ഷനാണ്. അപ്പൊ 36 വരെ സ്പെസിഫിക്കലി ഓരോ ഡിഡക്ഷൻ അത് എന്നൊക്കെ പറഞ്ഞു പോയി. ജനറൽ ഡിഡക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി എക്സ്പെൻഡിച്ചർ അതർ ദാൻ കവേർഡ് സെക്ഷൻ 30 to 36, 30 തൊട്ട് 36 പറയാത്ത വേറെ ഏതെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഇപ്പൊ 13 to 36 വരെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഇത് എടുക്കാം, ഇത് എടുക്കരുത്, ഇങ്ങനെയാണെങ്കിൽ എടുക്കാം, ഇങ്ങനെയാണെങ്കിൽ എടുക്കരുത് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. പക്ഷെ 37 ജനറലി, അതായത് ഇതിൽ പെടാത്ത വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഈ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, താഴെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എടുക്കാം. ഒന്ന്, റവന്യൂ ഇൻ നാച്ചർ ആയിരിക്കണം, ക്യാപിറ്റൽ നാച്ചർ ആവരുത്, ക്യാപിറ്റൽ നാച്ചർ ആണ് എടുക്കാൻ പാടില്ല. ഇൻകംഡ് ഓൺലി ഫോർ എക്സ്ക്ലൂസീവ് ബിസിനസ് പർപ്പസ്, ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനമായിരിക്കണം, പേഴ്സണൽ ആവരുത്. ദെൻ ലീഗൽ, നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ, അതായത് ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആവരുത്. കഞ്ചാവ് മേടിച്ച് എംപ്ലോയീസിന് വലിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് ലീഗൽ, ഇല്ലീഗൽ ആയിട്ടുള്ള സാധനമാണ് കഞ്ചാവ് വാങ്ങാന്നുള്ളത്. കഞ്ചാവ് എന്താ പറയാ, പിയാണ്ടലിൽ കഞ്ചാവ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇല്ലീഗൽ, നോട്ട് ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ മാൻ. ഓക്കെ, കഞ്ചാവ് ലീഗൽ അല്ല. നിങ്ങൾ വലിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, വലിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട. ഓക്കെ, ദെൻ അപ്പൊ അതിൽ കുറെ എക്സ്പെൻസ് കുറെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അവൈലബിലിറ്റി ഓഫ് സം എക്സ്പെൻസസ്, അതായത് സം എക്സാമ്പിൾ പറയാണ്. അതായത് പേഴ്സണൽ എക്സ്പെൻസസ് അലൗഡ് അല്ല, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അലൗഡ് അല്ല, ഡിവിഡന്റിന്റെ അലൗഡ് അല്ല, എക്സ്പെൻഡിച്ചർ ഫോർ അഡ്വർടൈസ്മെന്റ്, പൊളിറ്റിക്കൽ പാർട്ടിയിൽ വല്ല എക്സ്പെൻഡിച്ചർ അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അലൗഡ് അല്ല. അങ്ങനെ കുറേ സാധനങ്ങൾ, ഇതൊന്ന് വായിച്ചു നോക്കണേ. ഇത്രയും സാധനങ്ങൾ ഇതിലിപ്പോ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി വല്ല പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ അലൗഡ് അല്ല, ഗ്രാറ്റുവിറ്റി പേ ചെയ്തത് അലൗഡ് ആണ്. വല്ല ഗിഫ്റ്റ് പേ ചെയ്യാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ഗിഫ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അലൗഡ് അല്ല. കീമാൻ ഇൻഷുറൻസ് പോളിസിന്റെ എക്സ്പെൻഡിച്ചർ അലൗഡ്, കാരണം കീമാൻ ഇൻഷുറൻസ് പോളിസിന്ന് പൈസ കിട്ടുന്നത് TGP ടാക്സ് ചെയ്യപ്പെടുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അലൗഡാ. നോൺ കോമ്പീറ്റ് ഫീസ് അലൗഡാ, കാരണം നോൺ കോമ്പീറ്റ് ഫീസ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അലൗഡാ, നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സബിൾ ആക്കുന്നുണ്ട്, അങ്ങനെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അലൗഡാ. വല്ല എക്സ്പെൻസ് ബുക്കിൽ കാണിക്കാൻ വിട്ടുപോയി, എറർ ഉണ്ടായി, ഇപ്പൊ കാണിക്കുകയാണെങ്കിൽ കാണിക്കാം, അലൗഡാ. വല്ല ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി പേ ചെയ്തു, അത് ഇമ്പോർട്ടന്റ്. അതായത് ഞാൻ എക്സ്ട്രാ ടാക്സ് ഇൻട്രസ്റ്റ് വല്ല പെനാൽറ്റി പേ ചെയ്തു, ഡയറക്ട് ടാക്സിലോ അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സിലോ ആണെങ്കിൽ നോക്കണേ. ടാക്സ് ആണെങ്കിൽ ഡയറക്ട് ടാക്സിൽ അലൗഡ് അല്ല. അതായത് ഡയറക്ട് ടാക്സുമായി ബന്ധപ്പെട്ട ഒരു ടാക്സ് ഞാൻ പേ ചെയ്തു, അതെന്താവാം അഡ്വാൻസ് ടാക്സോ TCS സംതിങ് പേ ചെയ്തെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഇൻഡയറക്ട് ടാക്സിലോ ടാക്സ് ആണെങ്കിൽ ഐ ക്യാൻ അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അതേപോലെ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ TDS ആൻഡ് എന്താ പറയുക അഡ്വാൻസ് ടാക്സ്, അതായത് വല്ല ഇൻട്രസ്റ്റ് DT വല്ല ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ബട്ട് IDT വല്ല, അതായത് ഇൻഡയറക്ട് ടാക്സിൽ വല്ല ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. പെനാൽറ്റി നോട്ട് അലൗഡ്. അതായത് പെനാൽറ്റി ഞാൻ എന്തോ വയലേഷൻ ഓഫ് ലോ നടത്തിയിട്ടല്ലേ പെനാൽറ്റി വന്നിട്ടുണ്ടാവുക, ഡിഡക്ഷൻ ആയിട്ട് കിട്ടൂല. ഡയറക്ട് ടാക്സിലും കിട്ടൂല, ഇൻഡയറക്ട് ടാക്സിലും കിട്ടൂല. ഇതൊക്കെ അതർ എക്സ്പെൻസ് അല്ലേ, ഇതൊന്നും മേലെ പറയാത്ത കുറെ എക്സ്പെൻസുകളാണ്. ഇത് സ്പെസിഫിക്കലി പറയണം. എന്താ പറയാ, പക്ഷേ സം എക്സ്പെൻസസിന്റെ മാത്രം ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്. ദെൻ റീഫണ്ട് ഓഫ് ഡയറക്ട് ഓർ ഇൻഡയറക്ട് ടാക്സ്, വല്ല റീഫണ്ട് ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടി, നോട്ട് ടാക്സബിൾ. IT റീഫണ്ട് കിട്ടി കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണോ? അല്ല. GST വല്ല റീഫണ്ട് കിട്ടി, ടാക്സ്. IT റീഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റീഫണ്ടിന്റെ മുകളിൽ വല്ല ഇൻട്രസ്റ്റ് കിട്ടിയാലോ? IT റീഫണ്ട് ഈസ് നോട്ട് എന്ത് ടാക്സബിൾ അല്ല, ഇൻകം അല്ല. ബട്ട് IT റീഫണ്ടിന്റെ മുകളിൽ വല്ല ഇൻട്രസ്റ്റ് കിട്ടിയാലോ? ഇറ്റ് ഈസ് ടാക്സബിൾ. അത് ഓർമ്മിച്ചേക്കണേ. ഇൻകം ടാക്സ് റീഫണ്ടിന്റെ മുകളിൽ വല്ല ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ IFRS, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ. GST വല്ല റീഫണ്ട് കിട്ടിയാലോ? ഇറ്റ് ഈസ് ടാക്സബിൾ, ഡെറ്റ് ഓഫ് എമൗണ്ട് റീഫണ്ടബിൾ ടു കസ്റ്റമേഴ്സ്. ഓക്കെ, GST റീഫണ്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ട് കേട്ടോ, ഫൈനലിൽ പഠിക്കും. ദെൻ അതർ പെനാൽറ്റീസ്, വയലേഷൻ ഓഫ് ലോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെനാൽറ്റി അടിച്ചാൽ നോട്ട് ഒന്നും കിട്ടൂല. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണെങ്കിൽ കിട്ടും. കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായതാണെങ്കിൽ കോൺട്രാക്ട് ആയിട്ട് പഠിക്കുന്നില്ല, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അലൗഡ് ആണ്. ലോ വയലേഷൻ ആവരുത്. ഓക്കെ. ദെൻ വല്ല സെറ്റിൽമെന്റ്സ് നടത്തി, ലോ കോൺട്രാക്ട്, അതായത് ലോ
നിയമം തെറ്റിച്ചിട്ടുള്ള വല്ല സെറ്റിൽമെന്റ് ഒക്കെ നടത്തി അതിന്റെ പ്രൊസീഡിങ്സിന്റെ സെറ്റിൽമെന്റിന് എല്ലാ എമൗണ്ട് ഇൻക്വയർ ചെയ്തെങ്കിൽ അതും അലൗഡ് അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 30 സീരീസ്. സെക്ഷൻ 30 മുതൽ, അതായത് സെക്ഷൻ 28 തൊട്ട് നമ്മൾ എവിടെ വരെ ഡിസ്കസ് ചെയ്തു? സെക്ഷൻ 28 ടു സെക്ഷൻ 37 വരെ ഡിസ്കസ് ചെയ്തു. അതിൽ സബ്സെക്ഷൻസും കാര്യങ്ങളും ഡിപ്രീസിയേഷനും എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫുൾ ഫ്ലെജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിട്ടിട്ടില്ല. A to Z നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ഇനി ശേഷം നമ്മൾ അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 40 സീരീസ് ആയിരിക്കും. ഡിസലവ് എമൗണ്ട് നോട്ട് ഡിഡക്റ്റബിൾ, ഡിസലവ് ചെയ്യുന്ന എമൗണ്ടുകൾ ഏതൊക്കെ എക്സ്പെൻസ് ആണ് ഡിസലവ് ചെയ്യുക, അതിനടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. കമന്റ് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. PGP മൊത്തത്തിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ലാഭകരമായ കാര്യമല്ലേ. ഓക്കെ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് പാർട്ട്. ബൈ.